ഇരുനിറപ്പക്ഷികൾ. ജാനമ്മ കുഞ്ഞുണ്ണി. സലോമി ഭർത്താവിൻ്റെ പിന്നാലെ കാറിൽ നിന്നിറങ്ങുമ്പോൾ ഐറിഷ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എത്ര ദിവസമായി മമ്മി തോട്ടത്തിലേക്ക് പോയിട്ട്? എന്നിട്ട് ഇപ്പോഴാ വരുന്നേ? പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള 10 വയസ്സുകാരി ഐറിഷിനെ കോരി എടുത്തുകൊണ്ട് സലോമി വീട്ടിനുള്ളിലേക്ക് കയറി. സലോമി, എനിക്ക് ഉടനെ പോകണം, ഭക്ഷണം എടുത്തു വെച്ചോളൂ, മാത്യൂസ് പറഞ്ഞു. 4 ദിവസമായി വീട് വിട്ടിട്ട് തോട്ടത്തിൽ ചെന്ന് കുടുങ്ങി. ഇവിടെ മക്കളുടെ സ്ഥിതി ഒന്നും അറിയണ്ടല്ലോ. ജോയിയും ജോർജും മുതിർന്നവരാണെന്ന് വയ്ക്കാം. മറ്റുള്ള 3 പേരോ? മോള് കരയുന്നത് കണ്ടില്ലേ? ഞാനിവിടെ ഇല്ലെങ്കിൽ അവൾക്ക് സങ്കട. ടോമിയും റേക്കുട്ടനും അവർക്ക് തോന്നിയ മാതിരിയാ. സലോമി വസ്ത്രം മാറ്റുന്നതിനിടയിൽ പരാതിയുടെ കെട്ടഴിച്ചു. തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കുന്ന കാലമാ. തേയില ചെടി കോതേണ്ട കാലം കഴിഞ്ഞു. തൊഴിലാളികൾ പണി മുടക്കിലും എല്ലാം കൂടി ടെൻഷനാ. മേസ്ത്രിമാരും സൂപ്പർവൈസർമാരും ഒക്കെ ഉണ്ടായിട്ടെന്താ? എല്ലാം ഒരു വകയാ. എസ്റ്റേറ്റ് മാനേജറാണെങ്കിൽ മുതലാളിയേക്കാൾ മൂപ്പനും മുൻചണ്ടിക്കാരനും. എന്ത് ചെയ്യാം? ലോന ചേട്ടൻ്റെ മരുമകനായി പോയില്ലേ? മാത്യൂസ് തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് സലോമിയെ നോക്കി. 5 പ്രസവിച്ചിട്ടും ഉലയാത്ത സൗന്ദര്യം, കൊഴുത്ത കൈത്തണ്ടകൾ, ഇറുക്കി കിടക്കുന്ന സ്വർണ്ണവളകൾ, സ്വർണത്തേക്കാൾ നിറമുള്ള സലോമിയുടെ ഉടൽ, ആലോട്ടം പോലുള്ള കണ്ണുകൾ. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സലോമിയെ മാത്യൂസ് ആദ്യം കാണുന്നത് പോലെ നോക്കി. ഞെറി വെച്ചെടുക്കുന്ന മുണ്ടും ചട്ടയും സലോമിക്ക് നല്ല ചേർച്ചയാ. ഉയർന്ന മാറിടവും ഒട്ടിയ വയറും. മാത്യൂസ് പെട്ടെന്ന് തിരിച്ചു വന്ന് സലോമിയെ കെട്ടിപ്പിടിച്ചു. അമ്മച്ചി. ടോമിയും റേക്കുട്ടനും തല്ലു കൂടിക്കൊണ്ട് മുറിയിലേക്ക് ഓടി വന്നു. മാത്യൂസ് സലോമിയെ വിട്ട് കുളിമുറിയിലേക്ക് നടന്നു. സലോമി മക്കളെ ശ്രദ്ധിക്കാതെ മാത്യൂസിനെ നോക്കി നിന്ന് പോയി. ടോമി, എന്നതിനാ റേക്കുട്ടനോട് വഴക്ക് കൂടുന്നത്? അവൻ കുഞ്ഞല്ലേ? സലോമി 5 വയസ്സുകാരൻ റേക്കുട്ടനെ വാരിയെടുത്തു. ചെറുക്കൻ്റെ കാല് താഴെ മുട്ടുന്നുണ്ട് അമ്മച്ചി, അവനെ താഴെ വയ്ക്കേ, അല്ലേലേ അമ്മച്ചിയുടെ നടു ഉളുക്കും, പറഞ്ഞേക്കാം. ഓ, 10 വയസ്സുള്ള ഈ തടിച്ചുമോളയെ അമ്മച്ചി പൊക്കിയെടുത്തല്ലോ. ഡിഗ്രിക്ക് പഠിക്കുന്ന ജോർജ് വാതിൽക്കൽ നിന്ന് ചിരിച്ചു. അമ്മച്ചി, എനിക്കൊരു 5000 റുപ്പീസ് വേണം. അപ്പച്ചനോട് പറയണം കാശിനോട് വിളിച്ച് പറഞ്ഞേക്കാൻ. നിനക്ക് ഈടെയായി 5000ഉം 10,000ഉം മതിയല്ലോ. എന്താ ഇത്ര വലിയ ചിലവ്? ചിലവുണ്ട്, അതൊന്നും അമ്മച്ചി പറയണ്ട. ജോർജ്, നീ ഇത്തിരി കൂടുന്നുണ്ട്. തോട്ടത്തിലെ പണിമുടക്ക് നടക്കുക. നിന്റെ പപ്പ വലിയ വിഷമത്തിലാണ്. തേയില ഗോഡൗണിൽ കെട്ടിക്കിടക്കാണ്. അതൊന്നും എനിക്കറിയണ്ട. പണം വേണം, ചില അത്യാവശ്യങ്ങളുണ്ട്. എടാ, എൻജിനീയറിങ്ങിന് പഠിക്കുന്നവനല്ലേ ജോയി, നിന്റെ ചേട്ടൻ? അവനെ കണ്ടു പഠിക്കേ. ഹോസ്റ്റൽ ഫീസ് കഴിച്ചാൽ ഏറിയാൽ 1000, ചിലപ്പോൾ 2000. അതിലപ്പുറം ഒന്നും വേണ്ട. അമ്മച്ചി, ഉപദേശം വേണ്ട. അവൻ ജോയി, ഞാൻ ജോർജ്, സാക്ഷാൽ ജോർജ് മാത്യൂസ്. എനിക്ക് പിശുക്കാനൊന്നും പറ്റില്ല. അന്തസ്സായി നടക്കണം, അന്തസ്സായി ജീവിക്കണം. അതിന് പണം വേണം. പണം നിങ്ങൾ പേരൻസ് തരികയും വേണം. സലോമി അത്ഭുതത്തോടെ ജോർജിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവൻ്റെ മട്ടും ഭാവവും കണ്ട് ശരിക്കും അവർ അമ്പരന്ന് പോയി. നീ എന്ത് ഭാവിച്ചിട്ടാ ജോർജെ? സലോമിയുടെ ശബ്ദം പതറിയിരുന്നു. അപ്പോൾ ഐറിസ് അടുക്കളയിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. സലോമി ധൃതിയിൽ അടുക്കളയിലേക്ക് പോയി. അവിടെ ഐറിൻ്റെ കയ്യിൽ നിന്ന് പാൽ താഴേക്ക് വീണു. കപ്പ് പൊട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. കർത്താവേ, എൻ്റെ മോളുടെ കൈപ്പൊള്ളിയോ എന്ന് ചോദിച്ചുകൊണ്ട് സലോമി ഐറിനെ തൻ്റെ മടിയിലിരുത്തി വീശാൻ തുടങ്ങി. മാത്യൂസ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് DCC പ്രസിഡന്റ് വർഗീസ് വന്ന് കയറിയത്. വർഗീസിനെ കണ്ട് മാത്യൂസ് ചാടി എണീറ്റു. വർഗീസിൻ്റെ വലം കൈ ആയ മാത്യൂസ് പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ പ്രവർത്തകനാണ്. പക്ഷേ വർഗീസിൻ്റെ മാസ്റ്റർ ബ്രെയിൻ മാത്യൂസ് ആണെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. വർഗീസിന് ഏതു കാര്യത്തിനും മാത്യൂസ് വേണം. വർഗീസ് ഏതു കാര്യവും മാത്യൂസിനോട് ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. വർഗീസിൻ്റെ ഖജനാവും കണക്ക് സൂക്ഷിപ്പുകാരനും മാത്യൂസ് തന്നെ. DCC പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, പള്ളി കമ്മിറ്റി പ്രസിഡന്റും നാട്ടിലെ പൊതുകാര്യ പ്രസക്തനുമായ വർഗീസ് പൊതുസമ്മതനും സംശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. മലയോര കർഷകരെ സംഘടിപ്പിക്കുന്നതിനും അവരെ ഒരു പോരാട്ട ശക്തിയായി വളർത്തിയെടുക്കാനും വർഗീസിന് സാധിച്ചു. മാത്യൂസിന് വീട് പർദീസയായിരുന്നു. വിശേഷിച്ചും സലോമിയുടെ വശ്യമായ പെരുമാറ്റവും കൊതിപ്പിക്കുന്ന ശരീരവും വീഞ്ഞുപോലെ ഭദ്രവും ലഹരിയുമായിരുന്നു. ഐറിഷ് മാത്യൂസിനെ പോലെയാണ്. ഇരുണ്ട നിറവും തടിച്ച ശരീരവും വലിയ കണ്ണുകളും ഒക്കെയുള്ള ആ കൊച്ചുമിടുക്കിയെ മാത്യൂസിന് വളരെ ഇഷ്ടമായിരുന്നു. ക്ലാസ്സിൽ മാത്രമല്ല, സ്കൂളിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കുട്ടിയായിരുന്നു ഐറിഷ്. മനോഹരമായി പാടുന്ന ഐറിഷിനായിരുന്നു നൃത്തത്തിലും കരിക്കുലർ ആക്റ്റീവിലുമൊക്കെ ലീഡർഷിപ്പ്. പള്ളിയിലെ കൊയറിലും ഐറിഷ് പങ്കാളിയായിരുന്നു. സൗമ്യവും മിതഭാഷിയുമായിരുന്ന അവളെ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെയും വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഐറിഷിൻ്റെ മുഖം സദാ വിഷാദഭരിതമായിരുന്നു. കണ്ണുകളിൽ നിഴലാടുന്ന ദുഃഖവും അവളുടെ അഴക് വർദ്ധിപ്പിച്ചു. അവളെ സലോമി മാലാകുട്ടിയെന്ന് വിളിച്ചിരുന്നു. സലോമി മാത്രമല്ല, മാത്യൂസിൻ്റെ സന്തത സഹചാരിയും കുടുംബ സുഹൃത്തുമായ ഹമീദ് ഹാജി ഐറിഷിനെ മാലാഖ എന്നല്ല, ഹൂറി എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ ഹൂറിയാണ്, നോക്ക് ഉമ്മൻ്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞ് ഹാജിയാർ
തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ 2 കണ്ണുകളും തൊട്ട് കാണിക്കും. ഹാജിയർ വലിയ ബിസിനസ്സുകാരനാണ്. കാറിൻ്റെ ഷോറൂമുകൾ, വിദേശത്തും സ്വദേശത്തുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹൈടെക് മാളുകൾ, ഹോട്ടൽ സമുച്ചയങ്ങൾ തുടങ്ങി ബിസിനസ്സിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയുള്ള ഹാജിയർക്ക് 8 ആൺമക്കളും 1 മകളും നിത്യരോഗിയായ ഭാര്യയും അടങ്ങുന്ന കുടുംബവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൗഹൃദവും മാത്യൂസിൻ്റെ കുടുംബത്തിന്മേൽ വലിയ കൂടായി നിന്നു. അടുപ്പക്കാർ പലരും പറഞ്ഞു ഹമീദ് ഹാജിക്ക് സലോമിയുമായി ചങ്ങാത്തമുണ്ടെന്ന്. അതറിഞ്ഞിട്ടും സലോമിയിൽ പൂർണ്ണ വിശ്വാസമുള്ള മാത്യൂസും തൻ്റെ നിരപരാധിത്വം ബോധ്യമുള്ള സലോമിയും കേട്ടിടത്ത് തന്നെ വിട്ടുകളഞ്ഞു. കഥകളൊക്കെ ഹാജിയാരുടെ ചെവിയിലും എത്തിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഹാജിയാർ നാട്ടിലുള്ളപ്പോഴൊക്കെ മാത്യൂസിൻ്റെ ഭവനത്തിലെത്തി ഭക്ഷണം കഴിച്ചു. ആ കുടുംബം ഒന്നിച്ച് സവാരി ചെയ്തു. തൻ്റെ ബിസിനസ് പങ്കാളിയാവാൻ മാത്യൂസിനെ നിർബന്ധിച്ചു. അതുമല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കണം. പഠിപ്പ് കഴിഞ്ഞു വരുന്ന മക്കളെ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തണം. മാത്യൂസിനെ പോലെ ഹാജിയാരും അത് ആഗ്രഹിച്ചു. മാത്യൂസ്, താനീ കോൺഗ്രസിൻ്റെ പിന്നാലെ നടത്തിയിട്ട് എന്താ കാര്യം? തൻ്റെ കയ്യിലുള്ള പാടവും പറമ്പും ഒക്കെ തരിശായി കിടക്കാണ്. കിളയില്ല, വിതയില്ല, എപ്പോഴും പാർട്ടി തന്നെ പാർട്ടി. വർക്കിച്ചേട്ടൻ എന്നെ കണ്ടിട്ടാണ് ഭാരിച്ച ചുമതലയൊക്കെ ഏറ്റെടുത്തേക്കുന്നത് തന്നെ. ഞാനെന്താ ചെയ്യുക? മാത്യൂസ് സൗമ്യനായി പറയും. നന്നായി എടോ, വർക്കിച്ചേട്ടനെ നിഴലാവാൻ താനല്ലെങ്കിൽ വേറൊരാൾ. പക്ഷേ തൻ്റെ കുടുംബത്തിന് താനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടാവുമോ? പറ. തൻ്റെ 2ാമത്തെ മോൻ്റെ പോക്ക് തീരെ ശരിയല്ല. പറഞ്ഞേക്കാം. എല്ലാം ശരിയാക്കണം. വർക്കിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ? ആട്ടെ, ഇലക്ഷന് വേണ്ടി മുടിക്കാൻ ഏത് പറമ്പാ കച്ചവടത്തിന്? ഞാൻ എന്താ ചെയ്യുക ഹമീദേ? വർക്കിച്ചാൻ പറഞ്ഞാലെ കൊണ്ട് എനിക്ക് മറുത്തൊരക്ഷരം പറയാൻ മേലാന്നേ. എന്താ, വർക്കിച്ചന് വസ്തുവകകളൊന്നും ഇല്ലേ? അതെല്ലാം അയാളുടെ പെൺപിള്ളയുടെ പേരില്ല. മൂപ്പത്തിയാര് സമ്മതിക്കൂലെന്ന്. എങ്കിലേ താനിതെല്ലാം തൻ്റെ പെൺപിള്ളയുടെ പേർക്ക് ചാത്തി വയ്ക്ക്. കഴിഞ്ഞല്ലോ പ്രശ്നം. അതിന് മാത്യൂസ് മറുപടി പറഞ്ഞില്ല. ചിരിച്ചതേയുള്ളൂ. പിന്നീട് ഹാജി ആരും ശബ്ദിച്ചില്ല. എവിടെ എൻ്റെ ഹൂറി? ഹാജിയാർ മുറിക്കുള്ളിൽ മൂടി പുതച്ചു കിടക്കുന്ന ഐറിഷിൻ്റെ കട്ടിലിരുന്നു. നല്ല പനി, പുലർച്ചെ തുടങ്ങിയതാ, സലോമി പറഞ്ഞു. ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, ഇപ്പോൾ കൊണ്ടുപോകും. ഹാജിയാർ ഐറിഷിൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പടച്ചോനെ, പൊള്ളുന്നുണ്ടല്ലോ. കുഞ്ഞിനെ എടുത്തോളൂ, എൻ്റെ വണ്ടി പോകാം, വേഗം. ഹമീദ് ഹാജിയുടെ പരിഭ്രമം കണ്ട് സലോമി അമ്പരന്നു. മാത്യൂസ് പുഞ്ചിരിച്ചതേയുള്ളൂ. നാട്ടിൻപുറത്തെ ഒരേയൊരു റോഡാണ് മുരിങ്ങമൂട്ടിൽ ഇട്ടിച്ചൻ റോഡ്. മുരിങ്ങമൂട്ടിൽ ഇട്ടിമാപ്പിള പേരുകേട്ട കുതിരപ്പന്തയക്കാരനായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ സ്ഥാനിയും സ്വാധീനവുമുള്ള എട്ടിച്ചൻ പന്തയത്തിൽ മാത്രമല്ല ജീവിത പന്തയത്തിലും ജ്വലിച്ചു നിന്ന തേരാളിയായിരുന്നു. തുക്കുടി സാഹിബിന് പോലും പ്രിയപ്പെട്ട സുഹൃത്തും പൊതുകാര്യ പ്രസക്തനുമായ എട്ടിമാപ്പിളയാണ് നാട്ടിലാദ്യമായി ഒരു എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചത്. സ്വന്തം മുതൽ മുടക്കിയാണ് നാട്ടിൻ്റെ നെഞ്ചിലൂടെ നീളത്തിലൊരു ചെമ്മൺ പാത അങ്ങാടിയിൽ നിന്ന് മുരിങ്ങാമൂട്ടിലേക്ക് വലിച്ചു നീട്ടിയത്. കുന്നും മലയും ഇടവഴിയും പാടവുമൊക്കെയായി യാത്രാ സൗകര്യങ്ങളില്ലാത്ത ആ നാട്ടിൻപുറത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്താണ് ഒരു കോൺഗ്രസ് ആഫീസ് വന്നത്. കോൺഗ്രസ് ആഫീസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇടത്താവളം എന്നർത്ഥം. അധികാര വടംവലി ഇല്ലാതിരുന്ന ആ കാലത്താണ് മുരിങ്ങാമൂട്ടിൽ എട്ടിമാപ്പിള അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന ഒരു മരം. എട്ടിമാപ്പിളയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പന്തയത്തിൽ വരുന്നതെല്ലാം പിശുക്കില്ലാതെ ചെലവാക്കി. എല്ലാം നാടിനു വേണ്ടിയാ. പന്തയം ഒരു തരം ചതിയാ. സാമർത്ഥ്യവും വേണമെന്ന് കൂട്ടിക്കോ. എന്നാലും ശാപം പിടിച്ച കാശാണത്. എൻ്റെ കുടുംബത്തിനത് വേണ്ട. കർത്താവ് തമ്പുരാൻ കൈയയച്ച് തന്നതുണ്ടല്ലോ, എട്ടിമാപ്പിള പറയും. പറമ്പും പാടവും ചുറ്റുവട്ടത്ത്, ഏലവും മുളകും കാപ്പിയും റബ്ബറും ഒക്കെയായി മലമുടക്കുകളിലെ തോട്ടങ്ങൾ വേറെ. ഇട്ടിച്ചൻ എപ്പോഴും അത് ആവർത്തിച്ചു. ഇട്ടിച്ചനാണ് ആ നാട്ടുകാർക്ക് വേണ്ടി ഒരു സിനിമാ കൊട്ടക ഉണ്ടാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായി ആ കുഗ്രാമത്തിൽ ഒരു വായനശാല ഉണ്ടായി, ജനസേവിനി ഗ്രന്ഥശാല. ഇട്ടിച്ചൻ ഉണ്ടാക്കിയ ചെമ്മൺ പാതയിൽ ഒരിടത്ത് ഒരു ചുമട് താങ്ങിയും അതിനപ്പുറത്ത് ഒരു വഴിയമ്പലവും ഉണ്ടാക്കി. പാവപ്പെട്ട പണിക്കാരനെ പറമ്പിൽ കുഴി കുഴിച്ച് ഇലവച്ചു കഞ്ഞി വിളമ്പിയിരുന്ന കാലത്താണ് ഇട്ടിച്ചൻ മാപ്പിള നഗരത്തിൽ നിന്ന് നല്ല തിളങ്ങുന്ന അലുമിനിയ കിണ്ണങ്ങൾ കൊണ്ടുവന്ന് പണിക്കാർക്ക് ഭക്ഷണം വിളമ്പിയത്. പക്ഷേ നീണ്ടു നിന്നില്ല ആ കർമ്മയോഗിയുടെ കാലദൈർഘ്യം. 47ാമത്തെ വയസ്സിൽ പാമ്പ് കടിച്ചാണ് മരിച്ചത്. മുറ്റത്തെ മൂലയിൽ കൂട്ടിയിട്ടിരുന്ന നാളികേരം മൂടിയിരുന്ന ഓല എടുത്തു മാറ്റിയതാണ് ഇട്ടിച്ചൻ. അതിൽ നിന്നിറങ്ങി വന്ന ഒരു ഇഴജീവി ഇട്ടിമാപ്പിളയുടെ പ്രാണഹന്തമായി. അത് കാലത്തിൻ്റെ നിയോഗം. ഇട്ടിച്ചൻ്റെ താവഴിക്കാരനാണ് പുതിയ മുരിങ്ങമുട്ടിൽ മാത്യൂസ്. മാത്യൂസിൻ്റെ കാലവും പരിസരവും സ്വാതന്ത്ര്യേന്ത്യയുടെ പുഷ്കലമായ കാലം. ഓലമേഞ്ഞ പഴയ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആഫീസ് മാഞ്ഞുപോയി. പുതിയ കോൺക്രീറ്റ് ഇരുനില കെട്ടിടം തെരഞ്ഞെടുപ്പ് ചിഹ്നമുള്ള 3 നിറക്കൊടിയുടെ ഊർജ്ജത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. മാത്യൂസ് പാർട്ടി സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തിയായി
വർക്കിച്ചൻ ഏതു കാര്യവും മാത്യൂസുമായി ആലോചിച്ചേ ചെയ്യുകയുള്ളൂ. കേരള ഘടകത്തിൽ നല്ലൊരു സ്ഥാനവും മാത്യൂസിന് വർക്കിച്ചൻ നൽകിയിട്ടുണ്ട്. മാത്യൂസിനെ പാർട്ടിയെന്ന് പറഞ്ഞാൽ വർക്കിച്ചനാണ്. വർക്കിച്ചിനു വേണ്ടി തൻ്റെ സർവസ്വവും നൽകാൻ മാത്യൂസ് ഒരുക്കമായിരുന്നു. വർക്കിച്ചിനോടുള്ള വിധേയത്വം മാത്യൂസിനെ അന്ധനാക്കിയിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിനാൽ എൻ്റെ വിധി നീതിയുക്തമാണ്. സലോമി വിശുദ്ധ വേദപുസ്തകം വായിക്കുകയാണ്. സലോമി പുറത്ത് തൻ്റെ പേര് വിളിച്ചുകൊണ്ട് വാതിലിൽ ആരോ മുട്ടുന്നു. ബൈബിളിലെ യോഹന്നാൻ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്ന സലോമി പെട്ടെന്ന് ബൈബിൾ അടച്ച് കുരിശു വരച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്നു. വാതിൽ തുറന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മാത്യൂസ് സലോമിയുടെ 2 തോളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു, നീ ബൈബിൾ വായിക്കുകയായിരുന്നില്ലേ? അതെ. പിന്നെന്തേ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു? ഹേയ്, ഒന്നുമില്ല. നമ്മുടെ മോൻ്റെ പെരുമാറ്റം തീരെ ശരിയല്ല. മാത്യൂസ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്തേ, ജോർജിന് എന്തു പറ്റി? മാത്യൂസ് സലോമിയെ തൊട്ടടുത്ത കസേരയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പിന്നെയും ചോദിച്ചു, ജോർജിന് എന്തു പറ്റി? പറ്റാതൊന്നുമില്ല. പറ്റിയത് എനിക്കാ. ദേ നോക്ക്, എൻ്റെ കയ്യിൽ ഇറുകിക്കിടന്ന 2 വളകൾ അവൻ വലിച്ചൂരിക്കൊണ്ട് പോയി. വളയോ? കർത്താവേ, അവൻ എന്ത് ഭാവിച്ചിട്ടാ? എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്തു പറയാൻ? എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവൻ എൻ്റെ കൈ തന്നെ ഒടിച്ചു കളഞ്ഞേനെ. അവനെതിനാ ഇത്രയധികം കാശ്? ഫീസ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. പോക്കറ്റ് മണി ആവശ്യപ്പെടുന്നത് കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സ്, മറ്റ് ചെലവിനായി ഓഫീസിൽ നിന്ന് അവൻ പണം വാങ്ങാറുണ്ട്. പണം കൊടുത്താൽ മാത്രം പോരാ മാത്യൂസേ, മക്കൾക്ക് ആവശ്യമായ ശിക്ഷയും ശിക്ഷണവും കൊടുക്കണം. അപ്പനമ്മമാരുടെ കടമയാണത്. അതിൽ അപ്പനായി നിങ്ങളുടെ റോൾ എന്താ? പറയ്. സലോമിക്ക് ദേഷ്യവും സങ്കടവും വന്നു. സലോമിയുടെ കണ്ണുകൾ ചുവന്നു തുടുക്കുന്നതും മുഖം ക്ഷോഭം കൊണ്ട് ചുരുങ്ങുന്നതും കണ്ട് മാത്യൂസ് സ്തബ്ധനായി. സലോമി അത്ര ക്ഷുഭിതയായി മുൻപ് കണ്ടിട്ടില്ല. ബിരുദാനന്തര ബിരുദമുള്ള സലോമി ഭർത്താവിന് അനിഷ്ടമായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അവൾ സ്നേഹമാണ്. മക്കളെയും ഭർത്താവിനെയും സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു സ്നേഹക്കൂട്. സൗന്ദര്യവും സൗഭാഗ്യവും ഒന്നുപോലെ തികഞ്ഞവൾ. ഒന്നിലും അതൃപ്തിയോ ആക്ഷേപമോ ഇല്ല. അവൾ ധനികയായ അപ്പനമ്മമാരുടെ അരുമ സന്താനം. സമൃദ്ധിയിൽ ജനിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വളർന്നവൾ. അതൊക്കെ ഓർത്തപ്പോൾ മാത്യൂസിന് കുറ്റബോധം തോന്നാതിരുന്നില്ല. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായി മെനക്കെട്ടിട്ടില്ല. കൃഷിയും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ നോക്കുന്നത് സലോമി തന്നെയാണ്. സലോമിയുടെ അപ്പനമ്മമാർ മരിച്ച ശേഷം അവിടുത്തെ വസ്തുവകകളൊക്കെ വിറ്റ് മാത്യൂസിൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. ആ പണം എന്ത് ചെയ്തെന്ന് സലോമി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അവളെങ്ങാൻ അത് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ഓർത്തപ്പോൾ മാത്യൂസ് നടുങ്ങി. കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും മാത്യൂസിന് സീറ്റ് വാഗ്ദാനം നൽകിയത് വർക്കിസാറാണ്. അതിനുവേണ്ടി പലർക്കും പാരിതോഷികം കൊടുക്കാൻ എന്ന പേരിൽ വർക്കിസാർ വാങ്ങിക്കൊണ്ടു പോയത് കോടികളാണ്. അവസാന റൗണ്ടിൽ മാത്യൂസിൻ്റെ പേര് തള്ളിപ്പോയിട്ടും മുടക്കുമുതൽ തിരിച്ചു വന്നില്ല. വർക്കിസാറിനോടത് ചോദിക്കാൻ മാത്യൂസിനും കഴിഞ്ഞില്ല. പക്ഷേ വർക്കിസാർ മാത്യൂസിനെ സമാശ്വസിപ്പിച്ചു. അടുത്ത പ്രാവശ്യം മാത്യൂസിന് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് തുടരില്ല, തീർച്ച. വർക്കിസാറിൻ്റെ വാക്കുകേട്ട് മാത്യൂസിൻ്റെ ഉള്ള കുളിർത്തു. പക്ഷേ അതിനും മുടക്കുമുതൽ വേണ്ടിവരും. സ്വന്തം പേരിലുള്ള അക്കൗണ്ട് 0 ബാലൻസിലാണ്. സലോമി ആ കാര്യം അറിഞ്ഞിട്ടില്ല. മക്കളിൽ മൂത്തവൻ കുഴപ്പമില്ല. പക്ഷേ ജോർജ് തോട്ടത്തിലേക്ക് പോയിട്ട് നാളെത്രയായി? കെട്ടിക്കിടന്ന ചരക്കുകൾ പോയോ ആവോ? നിങ്ങൾക്കതൊന്നും നോക്കാനാകില്ലെങ്കിൽ വിറ്റേക്ക്. പണം ബാങ്കിലിടാമല്ലോ. പലിശ മതിയെന്ന് വയ്ക്കണം. സലോമിയുടെ വാക്കുകൾ തേന്മഴ പോലെയാണ് മാത്യൂസിന് തോന്നിയത്. അവൾ പറഞ്ഞത് ശരിയാണ്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൽ 100 ഏക്കർ വിൽക്കാം. വിലയൊന്നും അവൾ അറിയില്ല. തെരഞ്ഞെടുപ്പിലൊരു സീറ്റ് കിട്ടും. കിട്ടാതിരിക്കില്ല. വർക്കിസാർ ഏറ്റിട്ടുള്ളതാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും ഉറപ്പാണ്. അപ്പോൾ പിന്നെ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പ്രയാസമുണ്ടാവില്ല. മാത്യൂസ് സ്വപ്നം കണ്ടു. ഞാനും അത് തന്നെയേ ആലോചിക്കുന്നത്. പിള്ളേർക്ക് 2 പേർക്കും അതിലൊന്നും താല്പര്യവുമില്ല. അല്ലാച്ചാ അവരെ ഏൽപ്പിക്കായിരുന്നു, മാത്യൂസ് പറഞ്ഞു. അതൊന്നും വേണ്ട. പക്ഷേ വിൽപ്പന കാര്യം ജോർജ് അറിഞ്ഞാൽ പ്രശ്നം. സലോമി അറിയട്ടെന്ന്. അവൻ 5-10 ലക്ഷം ആവശ്യപ്പെട്ടേക്കും. അതപ്പോൾ നോക്കാം. അല്ല, അവനെന്താത്ര വലിയ ചെലവ്? ആവോ, മദ്യപാനം. അല്ലച്ചാ, പന്നിയ മലത്ത്. എൻ്റെ കർത്താവ് തമ്പുരാനെ, എന്നെ കണ്ണീര് കുടിപ്പിക്കല്ലേ. സലോമി മാത്യൂസിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഒന്നുമില്ല പെമ്പിളെ, ഒന്നും വരില്ല. കർത്താവ് ഈ ഭവനത്തെ കാത്തോളും. ഉവ്വ് നിങ്ങൾ ഈ കോൺഗ്രസ് കളി ഒന്ന് വിട്ടേച്ച് കുടുംബം നോക്ക്. വിരുന്നുകാരനെ പോലെയല്ലയോ വരവും പോക്കും. പിള്ളേരെ വിളിക്കോ ശാസിക്കോ ഒന്നുമില്ല. നിങ്ങൾക്ക് കുട്ടികളുടെ മുഖം ഓർമ്മയുണ്ടോ? സലോമി ഭർത്താവിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. പിന്നില്ലാണ്ടേ. രാഷ്ട്രീയമല്ലേ സലോമി? കെട്ടിയിട്ടതുപോലെ കുടുംബത്തിൽ നിൽക്കാൻ പറ്റുമോ? രാഷ്ട്രീയം വരും പോവും. പക്ഷേ കുടുംബം അവസാനം അതേ ഉണ്ടാവൂ. കളിച്ച് കളിച്ച് ഒടുവിൽ രണ്ടുമില്ലാണ്ടാവണ്ട. പറഞ്ഞേക്കാം, സലോമി ഈർഷ്യയോടെ പറഞ്ഞു. എല്ലാം നേരെയാവും. എവിടെ ഐറിഷ്? മാത്യൂസ് ശാന്തനായി. ഹാജിയാർ വന്നിരുന്നു. അവളെയും കൂട്ടി പുറത്തേക്ക് പോയിരിക്കുക. ഹാജിയാരുടെ കാര്യം കേട്ടപ്പോൾ മാത്യൂസിൻ്റെ മനസ്സ് പിടഞ്ഞു. തൻ്റെ രാഷ്ട്രീയ കളി നാശത്തിലേക്കാ മാത്യൂസെ. ഹാജിയാരുടെ തുടർച്ചയായ താക്കീത്.
ഒന്നും ഉണ്ടാവില്ല. വർക്കി സാർ എന്നെ ചതിക്കില്ല, ഉറപ്പാ. ഉറപ്പ്. മാത്യുസേ, രാഷ്ട്രീയത്തിലെ നേരും നെറിയും ഒരു ഭാഗ്യപന്തയമാ. അതിൽ ചതിയും വഞ്ചനയും കുതിക്കാൽ വെട്ടുമൊക്കെ പതിവാ. അതിനുള്ള മെയ്വഴക്കമൊന്നും തനിക്കില്ല, പറഞ്ഞേക്കാം. ഹാജിയാരുടെ ഓർമ്മപ്പെടുത്തൽ. താൻ പേടിക്കേണ്ട ഹമീദേ. ഒന്നുമില്ലാലും എനിക്ക് മൂത്തത് 2 ആൺമക്കളല്ലേ. ഞാനില്ലാതായാലും ഈ കുടുംബം അവർ നോക്കിക്കോളും. ആ ആ ആൺമക്കൾ. ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ ഇളയ സന്തതിയെ കണ്ടത് എവിടാന്നറിയോ? തൻ്റെ മലമൂട്ടിലല്ല, അങ്ങ് തലസ്ഥാനത്ത് ഒരു സ്റ്റാർ ഹോട്ടലിൽ. ഹോട്ടലല്ല, ബാർ. അവൻ അവിടുത്തെ ക്യാബറ ടീമിലുണ്ട്. ഞാൻ മുഖം കൊടുത്തില്ല. തുണിയില്ലാതെ കുടിച്ചാടുന്നവനോട് ഞാൻ എന്ത് പറയാൻ? കർത്താവേ, ഹമീദ്, താൻ കണ്ടത് ജോർജിനെ തന്നെയാണോ? മാത്യൂസ് നടുങ്ങി. അല്ല, അവൻ്റെ പ്രേതത്തെ. എടോ, തൻ്റെ ഈ രാഷ്ട്രീയ ജ്വരം ഉണ്ടല്ലോ, അത് തന്നെയാ എല്ലാറ്റിനും കാരണം. ഞാനിതി തന്നെ ഗുണദോഷിക്കാനില്ല, നിർത്തി. ഏതായാലും ഈ ഇലക്ഷനൊന്ന് കഴിഞ്ഞോട്ടെ. വർക്കി സാർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സീറ്റ് ഉറപ്പാ. തൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. പക്ഷേ മാത്യൂസ്, നല്ലോണം കരുതിക്കോ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കുതിരക്കച്ചവടം അറിയാലോ. കയ്യിലുള്ള കാശ് വിട്ട് കളിച്ച പിന്നെ ഹാജിയാർ ഓർമ്മിപ്പിച്ചു. ഒന്നും ഉണ്ടാവില്ല, വർക്കി സാർ എന്നെ ചതിക്കൂല. അത് പറയുമ്പോൾ മാത്യൂസിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഹമീദ് ഹാജിയാർ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടു. ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച ശേഷം മാത്യൂസ് വീട്ടിലേക്ക് തീരെ വരാതെയായി. കാരണം മാത്യൂസിൻ്റെ കാർ വർക്കി സാർ സ്വന്തമാക്കിയെന്ന് വേണം പറയാൻ. മാത്യൂസ് വർക്കി സാറിനൊപ്പം തലസ്ഥാനത്ത് നിന്ന് നാട്ടിലേക്കും തിരിച്ച് തലസ്ഥാനത്തേക്കും ഓടിയും പറന്നും തൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുകയായിരുന്നു. ഒരു 5 കോടിയെങ്കിലും വേണ്ടിവരും മാത്യൂസേ. അതിൽ പകുതി താൻ തരണം, വർക്കി സാർ മാത്യൂസിനോട് കണിശമായി പറഞ്ഞു. പകുതി എന്ന് പറഞ്ഞാൽ 2.5 കോടി. ഇപ്പോൾ തന്നെ 100 ഏക്കർ തോട്ടം വിൽക്കാനുള്ള അച്ചാരം വാങ്ങിയതിൽ നിന്നും 10 ലക്ഷത്തിലധികം ചെലവായി കഴിഞ്ഞു. കണക്ക് വെച്ചോ മാത്യൂസേ, വർക്കി സാർ പറഞ്ഞുകൊണ്ടിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഥമ ലിസ്റ്റ് വന്നു. മാത്യൂസ് നെഞ്ചരിപ്പോടെയാണ് ലിസ്റ്റ് പരിശോധിച്ചത്. 53 പേരുടെ ലിസ്റ്റാണ് ആദ്യം പ്രഖ്യാപിച്ചത്. മാത്യൂസ് വീണ്ടും വീണ്ടും ലിസ്റ്റ് നോക്കി. ഇല്ല, 53 പേരിൽ മാത്യൂസിനെ പരിഗണിച്ചിട്ടില്ല. എന്തൊക്കെ നോക്കണം? പാർട്ടി പരിഗണന, ഘടകകക്ഷികൾ, ന്യൂനപക്ഷം, പള്ളി, പിന്നോക്കം, മുന്നോക്കം, സ്ത്രീ, ദളിത്. മടുത്തു. പട്ടികയിൽ ഒന്നാമനായ വർക്കി സാർ മാത്യൂസിനോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടോ വളരെ മുൻപ് തന്നെ അയാൾക്ക് കൊടുത്തിരുന്ന ഉറപ്പ് പുതുക്കിയില്ല. അപ്പോഴും മാത്യൂസ് കരുതിയത് ഇനിയുമുണ്ടല്ലോ, തൻ്റെ കാര്യം വർക്കി സാർ മറക്കില്ല. അതൊന്ന് ഓർമ്മിപ്പിച്ചാലോ? വേണ്ട, വർക്കി സാറിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. തൻ്റെ പേരുണ്ടാവും അടുത്ത ലിസ്റ്റിൽ. മാത്യൂസ് വളരെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വർക്കി സാർ പറഞ്ഞു. മാത്യൂസേ, കാശൊക്കെ തീർന്നു. നാളെ 1 കോടി എനിക്ക് കിട്ടണം. പ്രചരണം എങ്ങും എത്തിയില്ല. അടിയന്തരമായി 50 ലക്ഷമെങ്കിലും ഫീൽഡിൽ ഇറക്കണം. ആ, കണക്ക് വെച്ചോളൂ. മാത്യൂസ് ശബ്ദിച്ചില്ല. വർക്കി സാറിന് മുന്നിൽ നാവിറങ്ങിപ്പോകുന്ന സ്ഥിരം സ്വഭാവം ആവർത്തിച്ച് തോട്ടം വിറ്റ വകയിൽ അവശേഷിക്കുന്ന 1.25 കോടിയിൽ ഒരെണ്ണം പോലും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല. 2.5 കോടിയാണ് വർക്കി സാർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ തന്നെ 3 കോടി കൊടുത്തു കഴിഞ്ഞു. തോട്ടം വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തത് വർക്കി സാർ തന്നെയാണ്. അതിൻ്റെ കമ്മീഷനൊന്നും അദ്ദേഹം കൈപ്പറ്റിയില്ല. പാർട്ടി ഫണ്ടിലേക്ക് 50 ലക്ഷം സംഭാവന ചെയ്തു. അതിൻ്റെ രസീതി അപ്പോൾ തന്നെ വർക്കി സാർ തരികയും ചെയ്തു. തോട്ടം കച്ചവടമായത് നന്നായി. ഇലക്ഷന് അത് വലിയ സഹായമായെന്നേ. എല്ലാവരുടെയും കണക്ക് വെച്ച മാത്യൂസേ, ഇലക്ഷനൊന്ന് കഴിഞ്ഞോട്ടെ, വർക്കി സാർ ഓർമ്മിപ്പിച്ചു. ചതഞ്ഞ മനസ്സുമായാണ് മാത്യൂസ് വീട്ടിലെത്തിയത്. തൻ്റെ മുഖം വാടിയാൽ സലോമിക്കത് വേഗം മനസ്സിലാവും. വളരെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്ന ഭർത്താവിനെ കണ്ട് സലോമി ആഹ്ലാദിച്ചു. പെട്ടെന്ന് കാപ്പിയുണ്ടാക്കി ചിരിച്ചു കൊണ്ടുവന്ന സലോമി കണ്ടത് മാത്യൂസ് കിടക്കയിൽ കിടക്കുന്നതാണ്. എന്തു പറ്റി എൻ്റെ അപ്പനെ? എന്താ കിടക്കുന്നേ? സലോമി കാപ്പി മേശപ്പുറത്ത് വെച്ച് ഭർത്താവിനരികിൽ കിടക്കയിലിരുന്നു. മാത്യൂസ് തൻ്റെ വലം കൈ സലോമിയുടെ മടിയിലേക്ക് വെച്ചു. നല്ല സുഖം തോന്നുന്നില്ല. കുട്ടികളൊക്കെ എവിടെ? മാത്യൂസിൻ്റെ ശബ്ദം പരീക്ഷീണമായിരുന്നു. നേരെ എത്രയായിന്നാ? എല്ലാവരും കിടന്നു. ഐറിഷ് പപ്പ വരുന്നു പറഞ്ഞ് കുറേ നേരം കാത്തിരുന്നു. ചെറുതുങ്ങൾ നേരത്തെ കിടന്നു. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, വിശപ്പ് തോന്നിയില്ല. നീ കുറച്ച് പാൽക്കഞ്ഞി ഉണ്ടാക്ക്, ചോറ് വേണ്ട. ദേ, ഇപ്പം ഉണ്ടാക്കാം. നിങ്ങളാകെ ക്ഷീണിച്ചു പോയി. ഇലക്ഷൻ എന്നാ? നിങ്ങൾക്ക് സീറ്റ് കിട്ടിയോ? സലോമി അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. അവളോട് എന്ത് മറുപടി പറയും? വർക്കി സാർ പണത്തിൻ്റെ കാര്യമില്ലാതെ സീറ്റിൻ്റെ കാര്യമൊന്നും പറയാറില്ല. പഴയതുപോലെ സംസാരം പോലുമില്ല. എപ്പോഴും തിരക്ക് തന്നെ. സഹപ്രവർത്തകനാണെന്ന വിചാരം പോലുമില്ല. താനൊരു കടക്കാരനെ പോലെയാണ് പെരുമാറ്റം. മുൻപൊക്കെ എന്തിനും ഏതിനും മാത്യൂസ് വേണമായിരുന്നു. ഇപ്പോൾ മാത്യൂസ് വെറുമൊരു ഡ്രൈവർ മാത്രമാണ്. ആവശ്യത്തിന് പെട്രോളും അടിച്ച് ആളുകളെ കാത്തു നിൽക്കുന്ന ഡ്രൈവർ. മാത്യൂസേ, ആ 2.5 കോടി മുറിച്ച് ചില്ലറയാക്കണ്ട. ചെക്കും വേണ്ട. പണം നേരിട്ട് തന്നേക്ക്. എനിക്കതാ സൗകര്യം. കണക്ക് വെച്ചോളൂ. തോട്ടത്തിൻ്റെ വില റൊക്കമായി കിട്ടിയപ്പോൾ വർക്കി സാറും ഉണ്ടായിരുന്ന കൂടെ. സാക്ഷിയായും ബ്രോക്കറായും നല്ല ശമരക്കാരൻ്റെ വേഷത്തിൽ വർക്കി സാറിൻ്റെ സേവനവും സന്നദ്ധതയും മാത്യൂസിന് ലഭിച്ചിരുന്നു. ഒരു 4 ദിവസം നിങ്ങളിവിടെ വിശ്രമിക്കേ.
ഞാൻ എങ്ങോട്ടും വിടില്ല. ആകെ കോലം കെട്ടു. സലോമി നിർബന്ധിച്ചു. തൻ്റെ 5 മക്കളുടെ അമ്മ ആഞ്ഞു പുലുകിക്കൊണ്ട് നിർബന്ധിച്ചപ്പോൾ മാത്യൂസിന് മറുത്തൊരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ മാത്യൂസിനെ കാണാതെ ഇരിക്കപ്പുറതിയില്ലാത്ത വർക്കിസാർ ഒരു ടാക്സിയെ പിടിച്ചിങ്ങ് പോന്നു. താൻ എന്ത് കിടപ്പാ? വർക്കിസാർ വന്നപാടെ ചോദിച്ചു. പ്രശ്നങ്ങൾ ഗുരുതരം. ആ ടാക്സിക്കാരനെ അങ്ങ് വിട്ടേക്ക്. മാത്യൂസ് നിശബ്ദനായി ടാക്സിക്കാരന് പണം നൽകി പറഞ്ഞു വിട്ടു. പെട്ടെന്നാണ് ഹമീദ് ഹാജിയാർ കയറി വന്നത്. അതല്ല, ഇതാര്? പാർട്ടി സെക്രട്ടറി ഈ ഇലക്ഷൻ സമയത്ത് മാത്യൂസിൻ്റെ പെരയിലോ അതോ പാർട്ടി ആഫീസ് ഇങ്ങോട്ട് മാറ്റിയോ? ഹാജിയാർ പകുതി കാര്യമായും പകുതി പരിഹാസത്തിലുമാണ് ചോദിച്ചത്. ഇലക്ഷൻ എൻ്റെ മാത്രം കാര്യമാണോ ഹമീദേ? താനും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിക്കാരനല്ലേ? അയ്യോ, എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യപ്രകാരം ആവശ്യപ്പെടുന്ന പണം തരുന്ന ഒരു പാർട്ടി സഹയാത്രികൻ. അതിലപ്പുറമൊന്നുമില്ല. മാത്യൂസ് പറഞ്ഞല്ലോ അയാൾക്ക് സീറ്റ് കൊടുക്കണമെന്ന്. കൊടുക്കുമോ? സജീവ പരിഗണനയിലാണ്. പരിഗണിച്ചാൽ പോരാ, കൊടുക്കണം. അത് പ്രതീക്ഷിച്ചിട്ടാണ് അയാൾ നല്ല വരുമാനമുള്ള തോട്ടം തൊള്ളു വിലയ്ക്ക് വിറ്റത്. ഹമീദ് ഹാജിയുടെ സ്വരം കെടുത്തു. തോട്ടം വിറ്റോ എന്നയാൾ പറഞ്ഞോ? വർക്കിസാർ ക്ഷുബ്ധനായി. അയാൾ പറഞ്ഞില്ല. പക്ഷേ ആ തോട്ടം വാങ്ങിയ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നിങ്ങളായിരുന്നല്ലോ അതിൻ്റെ ചാമ്പ്യൻ. ഹമീദിൻ്റെ സംസാരം കേട്ട് വർക്കിസാറിൻ്റെ നെറ്റി ചുളിഞ്ഞു. രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകും. മാത്യൂസ് എൻ്റെ സുഹൃത്ത് മാത്രമല്ല, സഹപ്രവർത്തകനുമാണ്. മുരിങ്ങാമൂട്ടിൽ തറവാടുമായുള്ള എൻ്റെ ബന്ധം ഹമീദിനറിയില്ല. വർക്കിസാറിൻ്റെ സംസാരമെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹമീദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പറഞ്ഞത് നേരെ. മുരിങ്ങാച്ചോടോ മുരിങ്ങാമൂടോ അതൊക്കെ നിങ്ങളെ തറവാട്ട് ബന്ധം. എനിക്കതിൽ കാര്യമില്ല എന്ന് കൂട്ടിക്കോളീൻ. പക്ഷേങ്കിൽ മാത്യൂസിൻ്റെ കുടുംബം, മാത്യൂസും ഞാനുമായുള്ള സൗഹൃദ ബന്ധം അതിച്ചിരി കൂടുതലാ. ഓനൊരു പാവാണേ. ഭാര്യ വാരിക്കോരി കൊടുത്തത്. അതിപ്പോൾ ഉണ്ടോ? എങ്ങോട്ട് പോയി? എനിക്കറിയാം, നിങ്ങൾക്കറിയാം. എന്നാൽ ആ പാവം സലോമിക്കും മക്കൾക്കും അറിയില്ലെന്നേ. ഓൻ എന്തേലും സമ്പാദിച്ചോ? ഇല്ല. കുരങ്ങനപ്പം കടിക്കും പോലാണേ. എല്ലാം തീർന്നു കഴിഞ്ഞ് ഇത്തിരി തോട്ടം കൂടെ ഉണ്ട്. അതേലും ബാക്കി വെച്ചാൽ ഓന് കൊള്ളാം. മതി ഹമീദേ, തർക്കിക്കാൻ എനിക്ക് നേരമില്ല. മാത്യൂസ്, എനിക്ക് പോകണം. കാറെടുക്ക്. ചെക്ക് ബുക്ക് എടുക്കാൻ മറക്കണ്ട. വർക്കിസാർ എഴുന്നേറ്റു. സലോമി ചായയുമായി വന്നെങ്കിലും വർക്കിസാർ ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി. ഉടുത്ത വേഷത്തോടെ മാത്യൂസും പോക്കറ്റിൽ തിരികിയിരുന്ന ചെക്ക് ബുക്കിൻ്റെ ലീഫുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. അതെ, കുറച്ച് കാശ് വേണം. ഒപ്പിട്ട ചെക്ക് ലീഫില്ലേ? സലോമി വിളിച്ചു ചോദിച്ചു. നിൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിലും എടുത്തോ. അല്ലാച്ചാ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ അടുത്ത ആഴ്ച വരും. മാത്യൂസ് ധൃതിയിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. മുറിയിലിരുന്ന ഹമീദിൻ്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെയാണ് മാത്യൂസ് പോയത്. ഇത് ഞാൻ എന്തു പറ്റി? സലോമി സ്വയം ചോദിച്ചു. ഹമീദ് സാർ വന്നത് ഞാൻ അറിയില്ല. ഞാൻ കാപ്പി എടുക്കാം. സലോമി അടുക്കളയിലേക്ക് നടന്നു. കാപ്പി വേണ്ട, ഐറിഷിനെ വിളിക്കേ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നു. അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്ക് ഐറിഷ് ഓടി വന്നു. ഹാജിയാർ ഐറിഷിനെ മാറോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു. അപ്പോൾ എന്തുകൊണ്ടോ 70കാരനായ ഹമീദ് ഹാജിയുടെ ഉള്ളം നുലഞ്ഞു. ഐറിഷിന് 12 കഴിഞ്ഞു. പ്രായം അവളുടെ നെഞ്ചിൽ തെഴുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സലോമിക്ക് അവൾ പിഞ്ചു കുഞ്ഞു മാത്രമായിരുന്നു. 9 മക്കളുടെ ബാപ്പയാണ് ഹമീദ് ഹാജി. 8 ആൺമക്കളും ഏറ്റവും മൂത്ത ഒരു പെണ്ണും ഫാത്തിമ. ഹമീദ് ഹാജിയുടെ ഭാര്യ 60കാരിയായ ആയിഷ ബീഗം 10 വർഷമായി ശയ്യാവലംബയാണ്. ഹാജിയാരുടെ കൊട്ടാര സദൃശ്യമായ തറവാട്ടിൽ പരിചാരികമാരുടെ സംരക്ഷണത്തിൽ കിടക്കുന്ന ആയിഷ ബീഗത്തിന് ഭർത്താവിൻ്റെ സാന്നിധ്യം ഒരു സ്വപ്നം മാത്രമാണ്. ഹാജിയാർക്ക് ഭാര്യയോട് സ്നേഹമുണ്ട്. പക്ഷേ തൻ്റെ 9 മക്കളുടെ ഉമ്മയുടെ ആ കിടപ്പ് കാണാൻ കഴിയാത്തത് കൊണ്ടാവണം കയ്യെത്താവുന്ന അകലത്തിലുള്ളപ്പോഴും അയാൾ സ്വന്തം ഭാര്യയ്ക്ക് മുഖം കൊടുക്കാത്തത്. എനിക്ക് അവളെ കാണാൻ വയ്യ. ആ കിടപ്പ് എല്ലാം തോലുമായി. പടച്ചോനെ, നമുക്കത് സഹിക്കൂല. ഹാജിയാർ മക്കളോട് പറയും. ഓളെ നിങ്ങളുടെ ഉമ്മേനെ പൊന്നു പോലെ നോക്കിക്കൊള്ളണം. ഓള് ഞമ്മൻ്റെ നസീബ. ഹാജിയാർ മാത്യൂസിൻ്റെ വീട്ടിൽ വരുന്നതിനെപ്പറ്റി പലരും പലതും പറഞ്ഞു. സലോമി ഇല്ല. സലോമി ഹാജിയാർക്ക് സ്വന്തം പെങ്ങളെ പോലെയാണ്. മാത്യൂസിനും അതറിയാം. പക്ഷേ ഐറിഷ് വിചിത്രമായിരിക്കുന്നു. അയാളുടെ മനസ്സ് എന്തോ മനോരോഗമായിരിക്കും. അല്ലെങ്കിൽ ഒരു കുരുന്നു പെൺകുട്ടി എന്തേ ആ പടുവൃദ്ധൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അറിയില്ല. പടച്ചോനെ, ആ കുഞ്ഞിൻ്റെ മേൽ എൻ്റെ ഈ വടക്ക് കണ്ണു പതിക്കല്ലേ. മലക്കുകളെ കാത്തോളനെ, ഹാജിയാർ പ്രാർത്ഥിച്ചു. ഐറിഷിന് ഇതൊന്നും അറിയില്ല. ഓർമ്മ വച്ച കാലം മുതൽ മിഠായി പൊതിയും പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളും പിന്നെ മനസ്സിനിണങ്ങിയ സവാരികളും. അങ്കിൾ അല്ല, ഹാജിയാരെങ്കിൽ അവൾക്ക് അത്രയേ ഉള്ളൂ. പുറത്തു പോയാൽ എത്രയത്തെ ഉടുപ്പുകൾ, കളിക്കോപ്പുകൾ, കാഴ്ചകൾ. വിലയേറിയ അത്തറിൻ്റെ മണമുള്ള അങ്കിൾ അരുമ ചങ്ങാതിയാണ്. പപ്പയുടെ അടുപ്പക്കാരനാണ്. മാത്യൂസ് തൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ തന്നെയാണ് താമസം. കാരണം തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും മീറ്റിങ്ങുകൾക്കും സൗകര്യമായൊരു ആഫീസ് വേണമെന്ന് വർക്കിസാർ പറഞ്ഞപ്പോൾ മാത്യൂസ് തന്നെയാണ് എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ കാര്യം പറഞ്ഞത്. വർക്കിസാറിന് സന്തോഷമായി. പ്രചരണത്തിനും മറ്റുമായി ആവശ്യത്തിന് ജീപ്പുകളും
പ്രവർത്തകർക്ക് താങ്ങാൻ ക്വാർട്ടേഴ്സുകളുമൊക്കെ മാത്യൂസ് തന്നെ സൗകര്യപ്പെടുത്തി. വീട്ടിൽ നിന്ന് അവസാനമായി പോരുമ്പോൾ പോക്കറ്റിൽ തിരികെയിരുന്ന ചെക്ക് ലീഫിൽ ചിലത് കൂടി ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മാത്യൂസിന് മനസ്സിലായി. ബാങ്ക് ബാലൻസ് സീറോയിലെത്തിയിരിക്കുന്നു. എന്നാലും സാരില്ല, കേരള അസംബ്ലിയിൽ മാത്യൂസ് MLA ആകും, ചിലപ്പോൾ മന്ത്രിയുമാകും. വർഗീസ് സാറിൻ്റെ വിശ്വസ്തനല്ലേ? പറ്റുമെങ്കിൽ MLA ആയിട്ട് സലോമിയെ കാണൂ. അടുത്ത ലിസ്റ്റിൽ എന്തായാലും തൻ്റെ പേരുണ്ടാകും, ഉറപ്പ്. വർഗീസ് സാർ ശ്രദ്ധിക്കില്ല. മാത്യൂസേ, കുറച്ച് പണം വേണമല്ലോ, വർഗീസ് സാർ മാത്യൂസിനോട് പറഞ്ഞു. ഇനി ബാങ്കിലൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. മാത്യൂസ് വിനയാന്വിതനായി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അടിയന്തരമായി പണം വേണം. ബാക്കി എസ്റ്റേറ്റില്ലേ, പാട്ടത്തിന് കൊടുക്കണം. ആളെ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്ത് പറയുന്നു? എല്ലാം സാറിൻ്റെ ഇഷ്ടം. പക്ഷെ സലോമി, അവൾ എന്തിനറിയണം? നമ്മൾ ജയിക്കും. ജയിച്ചാൽ ഭരണം ഉറപ്പാ. ഭരണം കിട്ടിയാൽ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. നീ ചെലവാക്കിയതിൻ്റെ കണക്കുകളില്ലേ, സൂക്ഷിച്ചു വെച്ചോ. വർഗീസ് സാർ വാക്കു പാലിച്ചു. കുരുമുളകും ഇഞ്ചിയും പിന്നെ ഒരു 4 ഏക്കർ ഏലവും വിളവെടുപ്പിന് കാത്തു കിടക്കുന്ന തോട്ടം. 1.5 കോടിക്ക് 10 വർഷത്തേക്ക് പാട്ടം. പാട്ടക്കരാറിൽ പെരുവിരൽ കുത്തുമ്പോൾ മാത്യൂസിൻ്റെ കൈ വിറച്ചു. ഹൃദയം ശക്തിയായി പിടഞ്ഞു. ശോശന പൂ പോലെ സലോമി. സെമിത്തേരിയിലെ ശവനാരി പൂക്കളെ പോലെ നിറം തൂവി മണം കെട്ടു നിൽക്കുന്ന മക്കൾ. മാത്യൂസേ, ആരോ വിളിക്കുന്നു. അരുതെന്ന് വിലക്കുന്നു. പപ്പാ. ഐറിഷാണോ? റേക്കുട്ടനാണോ? ടോമിയാണോ? അല്ല, അത് ജോർജാണ്. അവരാരുമല്ല. ആത്മസുഹൃത്തായ ഹമീദ് ഹാജി. മാത്യൂസേ, അതൊരു താക്കീതല്ല, വിലാപമാണ്. മനസ്സെന്തേ നിലത്തെറ്റി പിടയുന്നു. മാത്യൂസ്, പണം ബാങ്കിലിടണ്ട. എല്ലാം നാളെയും മറ്റന്നാളുമായി ഫീൽഡിൽ ഇറക്കാനുള്ളതാണ്. വർക്കിച്ചൻ പറഞ്ഞതും പാട്ടക്കരാറിൻ്റെ കോപ്പി മടക്കി വെച്ച് പണം മുഴുവൻ തൻ്റെ ബാഗിൽ തിരുകി വർക്കിച്ചൻ പോകാനിറങ്ങി. അപ്പോൾ എല്ലാം നോക്കിക്കൊണ്ട് മാത്യൂസ് നിശബ്ദനായി നിന്നു. വർക്കിച്ചന് പോകാൻ കാറെടുക്കാനായി മാത്യു മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വർക്കിച്ചൻ മറ്റൊരു കാറിൽ കയറി പോകുന്നതാണ് കണ്ടത്. വർക്കിച്ചന് മറ്റെന്തോ ആവശ്യം കാണും. മാത്യൂസ് അങ്ങനെ കരുതിയെങ്കിലും അകാരണമായൊരു ഭയം മാത്യൂസിനെ പിടികൂടി. അവസാന സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങേണ്ട ദിവസം നാളെയാ. ഇനി 7 മണ്ഡലങ്ങളാണ് ബാക്കി. അതിലൊന്ന് താൻ തന്നെയായിരിക്കും. താൻ വർക്കിച്ചൻ്റെ സ്വന്തമാണല്ലോ, അതുകൊണ്ടായിരിക്കും തൻ്റെ പേര് അവസാനത്തേക്ക് വെച്ചത്. മാത്യൂസ് മുഷിഞ്ഞ മനസ്സുമായി കാറിൽ കയറിയിരുന്നു. പിന്നെ മുഖം പതുക്കെ സ്റ്റീറിങ്ങിലേക്ക് ചാഞ്ഞു. അപ്പോൾ പുറത്തെ കടമ്പ് മരത്തിൽ കടവാവ് ചിറകടിക്കുന്നുണ്ടായിരുന്നു. നേരം പുലർന്നതറിഞ്ഞില്ല. കാറിൻ്റെ പുറത്ത് ശക്തമായ അടികേറ്റാണ് മാത്യൂസ് ഞെട്ടി ഉണർന്നത്. വല്ലാത്ത ക്ഷീണം. പിടഞ്ഞെണീറ്റ് കാറിൻ്റെ ഡോർ തുറന്നതും ജോർജ് മുന്നിൽ. ജോർജ്, നീ എന്തെവിടെ? മാത്യൂസിൻ്റെ ശബ്ദം പതറിയിരുന്നു. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ദേ പത്രം. ജോർജ് അന്നത്തെ ദിനപത്രങ്ങളുടെ ഒരു കെട്ട് മാത്യൂസിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. പത്രത്തിലുണ്ട്, പക്ഷേ മാത്യൂസിൻ്റെ പേരില്ല. മാത്യൂസ് നടുങ്ങി. അങ്ങനെ വരാൻ വഴിയില്ല. നീ ശരിക്കും നോക്കിയോ? മാത്യൂസിൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയാവോ മന്ത്രിയാവോ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾ ആ എസ്റ്റേറ്റ് വിറ്റില്ലേ? ആ പണം എനിക്ക് വേണം. ഒരു ബിസിനസ് തുടങ്ങാനാ. എസ്റ്റേറ്റ് വിറ്റത് നിനക്ക് ബിസിനസ് തുടങ്ങാനല്ല, എനിക്ക് ബിസിനസ് തുടങ്ങാനാ. മാത്യൂസിൻ്റെ ശബ്ദം തീരെ ദുർബലമായിരുന്നു. എന്ത് ബിസിനസ്? എന്തായാലും വേണ്ടില്ല. എനിക്കതിൽ പാർട്ട്ണർഷിപ്പ് വേണം. ഞാൻ എൻ്റെ പഠിപ്പ് നിർത്തി. എനിക്ക് പണം വേണം, ഒരു ജോലി വേണം. ജോർജ്, മാത്യൂസ് അലറി. ഒച്ച വയ്ക്കേണ്ട. തൽക്കാലം എനിക്കൊരു 10 ലക്ഷം ഉറുപ്പിക വേണം. ചെക്ക് വേഗം തന്നോളൂ. ചെക്കും പണമൊന്നും ഇല്ല. എന്തുകൊണ്ടില്ല? എസ്റ്റേറ്റിൽ കെട്ടിക്കിടക്കുന്ന ചരക്ക് മുഴുവൻ വിറ്റു. എസ്റ്റേറ്റ് തന്നെയും നിങ്ങൾ വിറ്റുകളഞ്ഞല്ലോ പപ്പ. എന്തിന്? ആർക്കു വേണ്ടി? പറയണം പപ്പ. ജോർജ് കരഞ്ഞുപോയി. എല്ലാം കേട്ടുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് സലോമി. എസ്റ്റേറ്റ് വിറ്റെന്നോ? എന്തിനെ? ജോർജ്, നീ എന്താ പറഞ്ഞത്? എസ്റ്റേറ്റ് വിറ്റെന്നോ? ആരുടെ എസ്റ്റേറ്റ്? മാത്യൂസേ, ഇവൻ എന്തേ പറയുന്നത്? വിറ്റു, എല്ലാം വിറ്റു. ഇനി ഒന്നുമില്ല. നിങ്ങളുടെ ഭർത്താവ് എല്ലാം വിറ്റു. ജോർജ് തേങ്ങി. സലോമി ശബ്ദിച്ചില്ല. എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദനായി തലയും താഴ്ത്തി നിൽക്കുന്ന മാത്യൂസിനെ നോക്കിക്കൊണ്ട് നിശ്ചലം നിന്നു. സലോമി പിന്നെ തടി വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീണു. സലോമി! മാത്യൂസ് അലറിക്കരഞ്ഞുകൊണ്ട് സലോമിയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. തൊട്ടു പോകരുത് എൻ്റെ മമ്മിയെ. പാവം, നിങ്ങൾ അവരെ കൊന്നു, ഞങ്ങളെ കൊന്നു. നിങ്ങളുടെ കുടുംബവും ചുട്ടുകളഞ്ഞല്ലോ പപ്പ. നിങ്ങൾ ചെകുത്താൻ്റെ സന്തതി. ദൂരെ പോ എൻ്റെ മമ്മി, ദൂരെ മാറിപ്പോ. മമ്മി! ജോർജ് അലറിക്കരഞ്ഞുകൊണ്ട് സലോമിയെ വാരിയെടുത്തു. കാറിൽ കിടത്തി ധൃതിയിൽ ഓടിച്ചു പോയി. മാത്യൂസ് ചലനമറ്റ് പാഞ്ഞു പോകുന്ന കാറിലേക്ക് നോക്കി നിന്നു. കാർ കടന്നു പോകുന്ന പൊതുവഴിയിൽ വീണു പൊള്ളുന്ന ഉച്ചവെയിൽ കുടിച്ചു നിൽക്കുന്ന കരിമ്പന കൂട്ടങ്ങൾ നീളുന്ന നിരയിൽ മണ്ടപോയ മറ്റൊരു കരിമ്പന പോലെ മാത്യൂസ് നിന്നു. വിവരങ്ങളറിഞ്ഞ് ഹമീദ് ഹാജിയാർ എത്തിയത് ആശുപത്രിയിലേക്കായിരുന്നു. അന്ന് രാത്രി ഇരുണ്ടു പുലർന്നിട്ടും സലോമിക്ക് ബോധം തിരിച്ചു കിട്ടിയില്ല. എത്ര പണം ചെലവായാലും സലോമിയെ രക്ഷിക്കണം, ഹാജിയാർ ഡോക്ടർമാരോട് അപേക്ഷിച്ചു. അല്ല, മാത്യൂസ് എവിടെ?
ഹാജിയാർ അന്വേഷിച്ചു. മാത്യൂസിനെ വിവരം അറിയിച്ചില്ലേ? ഹാജിയാർ വീണ്ടും ആരാഞ്ഞു. അതിന് ജോർജ് മറുപടി പറഞ്ഞില്ല. പെട്ടെന്നാണ് ജോയി കടന്നു വന്നത്. എവിടെ മമ്മി? എന്തു പറ്റിയടാ നമ്മുടെ മമ്മിക്ക്? ജോയി ജോർജിനോട് ചോദിച്ചു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിലേക്ക് ചൂണ്ടി ജോർജ് വിങ്ങിപ്പൊട്ടി. എവിടെ പപ്പ? ആ, എനിക്കറിയില്ല. അപ്പോൾ നീയും മമ്മിയും കൂടി പപ്പയുടെ അടുത്തേക്കല്ലേ പോയത്? അതെ. എന്നിട്ട് പപ്പയുടെ ആ ചെകുത്താൻ്റെ കാര്യം എന്നോട് ചോദിക്കണ്ട. ചെകുത്താനോ? നീ എന്താ പറയുന്നത് ജോർജ്? പപ്പയ്ക്ക് എന്ത് പറ്റി? ഇനി എന്ത് പറ്റാൻ? മഹാപാപി. എല്ലാം വിറ്റു തുലച്ചു. നമ്മുടെ എസ്റ്റേറ്റുകൾ, കെട്ടിക്കിടന്ന ചരക്കുകൾ എല്ലാം. ജോർജെ, നീ വെറുതെ ഭ്രാന്ത് പറയുന്നോ? നിനക്ക് പപ്പയെ ഇഷ്ടമല്ല എന്ന് കരുതി എന്ത് തോന്നിയാസം പറയാമെന്നാണോ? തോന്നിയാസല്ല ചോദിച്ചായ സത്യം. ആ വർക്കിച്ചേൻ്റെ വാക്കും കേട്ട് MLA സീറ്റിന് വേണ്ടി കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ വിറ്റു തുലച്ചു. ഇപ്പോൾ വർക്കി പണി പറ്റിച്ചു. നമ്മുടെ പപ്പായെ അയാൾ ചതിച്ചു. കയ്യിലുള്ള മുതലെല്ലാം പോയി. സീറ്റൊട്ട് കിട്ടിയുമില്ല. ജോർജെ, നീ എന്തായി പറയുന്നത്? സത്യം ചോദിച്ചായ. ദേ നിൽക്കുന്നു ഹമീദ് സാർ, ചോദിച്ചു നോക്ക്. എല്ലാം പുള്ളിക്കറിയാം. ജോർജ് നിറഞ്ഞു വരുന്ന കണ്ണു തുറച്ചുകൊണ്ടാണ് വെറും നിലത്ത് കുത്തിയിരുന്നു. സലോമി കണ്ണു തുറന്നു. ആരാ മാത്യൂസ്? മാത്യൂസിനെ കാണണമെന്ന് പറയുന്നു. നേഴ്സ് വന്ന് അറിയിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. ഒരു രാവും പകലും കഴിഞ്ഞിട്ടും മാത്യൂസ് വന്നില്ല. സലോമി മാത്യൂസിനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഹമീദ് ഹാജിയാർ മാത്യൂസിനെ തെരഞ്ഞ് എസ്റ്റേറ്റിലേക്ക് പോയി. മാത്യൂസിന് സ്വന്തമായിരുന്ന ഏലത്തോട്ടം കടന്ന് ഹാജിയാരുടെ കാറ് കുതിച്ച് മകരമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന കാപ്പിച്ചെടികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഹാജിയാരുടെ മനസ്സ് അസ്വസ്ഥമായി. തോട്ടത്തിൽ ഒരിടത്തും തൊഴിലാളികളെ കണ്ടില്ല. പക്ഷേ തൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് 2 പോലീസ് ജീപ്പുകൾ മുന്നോട്ട് കുതിക്കുന്നത് കണ്ട് ഹാജിയാർ അമ്പരന്നു. എന്തു പറ്റിയാവോ? ജീപ്പ് മാത്യൂസിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. സ്പീഡാക്ക്, ഹാജിയാർ ഡ്രൈവറോട് പറഞ്ഞു. പോലീസ് ജീപ്പ് ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ആൾക്കൂട്ടം വഴിമാറി നിന്നു. ഹാജിയാർ കാറിൽ നിന്നിറങ്ങി പോലീസുകാരുടെ പിന്നാലെ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി. മാത്യൂസിൻ്റെ കിടപ്പുമുറിയിൽ അടിവസ്ത്രം മാത്രം ധരിച്ച് ഉടുമുണ്ടിൽ തൂങ്ങി നിൽക്കുന്ന മാത്യൂസിൻ്റെ നാവു തള്ളി കണ്ണുകൾ തുറച്ച മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. ഹാജിയാർ പുറത്തേക്കിറങ്ങി തൻ്റെ കാറിൽ കയറി ധൃതിയിൽ തിരിച്ചു പോന്നു. പോസ്റ്റ്മോർട്ടവും ശവമടക്കവും മുറ പോലെ നടന്നു. സലോമി എല്ലാം കേട്ടു. ഭർത്താവിൻ്റെ മരവിച്ച ശരീരത്തിൽ തൂവിയിരുന്ന പിച്ചകപ്പൂക്കളെ നോവിക്കാതെ അവർ അന്ത്യചുംബനം നൽകി. സലോമിയുടെ കണ്ണുകൾ വരണ്ട് കിടന്നു. സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കർത്താവിൻ്റെ ഇഷ്ടം നടക്കുമ്പോൾ നമ്മൾ അതിന് വഴിവിട്ടേ പറ്റൂ. അപ്പോഴും ജോർജിൻ്റെ കണ്ണുകൾ ചുവന്നു കിടന്നു. മരിച്ചു കിടക്കുന്ന പിതാവിനോടുള്ള കാലുഷ്യം അവൻ്റെ കണ്ണുകളിൽ മൂടി നിന്നു. ഐറിഷും റേക്കുട്ടനും ഹാജിയാർക്കൊപ്പം തന്നെയായിരുന്നു. പത്രത്തിൽ വലിയ വാർത്ത വന്നു. മാത്യൂസിൻ്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? ആത്മഹത്യ തന്നെ. പാർട്ടി സെക്രട്ടറിയും MLA സ്ഥാനാർത്ഥിയുമായ വർക്കിസാറും പത്രക്കാരോട് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസമായി മാത്യൂസ് മാനസിക സംഘർഷത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഒന്നൊന്നായി വിറ്റതിൻ്റെ കാരണങ്ങൾ ദുരൂഹമാണ്. പാർട്ടി അക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതിൽ പിന്നെ മാത്യൂസ് എന്ന മനുഷ്യനും അയാളുടെ ദുരൂഹമരണവും വാർത്തയിൽ നിന്ന് മാഞ്ഞുപോയി. സലോമിയും മക്കളും അനാഥത്വത്തിൻ്റെ പെരുവഴി അമ്പലത്തിൽ ബാക്കിയായി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മന്ത്രിയായ വർക്കിച്ചൻ മുരിങ്ങമൂട്ടിൽ മാത്യൂസിൻ്റെ ഓർമ്മകൾ പോലും മനസ്സിൽ നിന്ന് തൂത്തെറിഞ്ഞു. സലോമിയുടെ പകലുകൾ കർത്താവിൻ്റെ കുരിശുരൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ടുള്ള മുട്ടിപ്പായ പ്രാർത്ഥനകളോടെ ഒഴുകിപ്പോയി. എന്നാൽ രാവുകൾ സലോമിയുടെ കണ്ണുകൾ നനഞ്ഞൊലിച്ച് ഇരുണ്ട ഭാവിയിലേക്ക് തുറച്ചു നിന്നു. എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? ആരുടെ മുന്നിലും കൈനീട്ടി ശീലമില്ല. കടവും ദാനവും കൊടുത്തിട്ടേയുള്ളൂ, വാങ്ങിയിട്ടില്ല, വാങ്ങേണ്ടി വന്നിട്ടില്ല. ഭാരിച്ച ബാങ്ക് ബാലൻസും ഉണ്ടായിരുന്ന പാരമ്പര്യവും പ്രൗഢിയുമുള്ള ഒരു കുടുംബത്തിലെ ഒരേയൊരു പെൺതരി, അല്ല പൊൻതരിയായിരുന്നു സലോമി. സലോമിയുടെ ജനനത്തോടെ ആ കുടുംബത്തിന് വെച്ചടി കയറ്റമായിരുന്നു. അപ്പൻ്റെ കൊപ്ര ബിസിനസ് കൊയ്ത്തു തുടങ്ങിയാൽ തീരാൻ 3 മാസം പിടിക്കും. ഒരു പൂനിലങ്ങളും ഇരുപ്പൂനിലങ്ങളും, മാവും പാവും പറങ്കിമാവും വാഴയും ഓലപ്പന മുതൽ ആര്യവേപ്പ് വരെ. തറവാട് നിൽക്കുന്ന 10 ഏക്കർ സ്ഥലവും നോക്കത്താത്ത പാടശേഖരങ്ങളും സലോമി ഓർമ്മിക്കുന്നു. പറമ്പിലെ പൂവാങ്കുന്നിലയോടും പാടവക്കത്തെ കലം കൊട്ടിയോടും കിന്നാരം പറഞ്ഞിരുന്ന കാലം. അന്നാട്ടിൽ ആദ്യം കാറ് വാങ്ങിയത് സലോമിയുടെ അപ്പന. അപ്പച്ചൻ്റെ ബെൻസിൽ പള്ളിയിലേക്കും പള്ളിക്കൂടത്തിലേക്കും പോയിരുന്ന കാലം. പിന്നെ അപ്പച്ചൻ മരിച്ചപ്പോൾ പള്ളിക്കും അമ്മച്ചിയുടെ ആങ്ങളമാർക്കും വാരിക്കോരി കൊടുത്തിട്ടും പിന്നെയും ഉണ്ടായിരുന്നു ബാക്കി. എല്ലാം മാത്യൂസിന് കൊടുത്തു, സലോമിയെയും. മാത്യൂസിൻ്റെ ഒപ്പം ദാമ്പത്യം, മദ്യപാനമില്ല, ചീട്ട് കളിയില്ല. കുതിരപ്പന്തയത്തിൽ പേരുകേട്ട അപ്പൻ്റെ മകനായിട്ടും മാത്യൂസിന് അത്തരം ദുശ്ശീലങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൂടാ വർക്കിച്ചൻ്റെ ചങ്ങാത്തം. രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടത്തിൽ പണം എറിഞ്ഞിട്ടും പിണിയാളായിട്ടും പാവം നസ്രാണി തോറ്റുപോയി. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു ചൂതുകളിയായിരുന്നു. എന്നും നേതാവിൻ്റെ നിഴലായിരുന്നു. ഗൂഢാലോചനകളുടെ നിലവറകളിൽ, അധികാരത്തിൻ്റെ പുറംതിണ്ണയിൽ
കാവലും കരുത്തുമായിരുന്നിട്ടും മാത്യൂസ് എങ്ങും എത്തിയില്ല. വിശ്വസിച്ച നേതാവിനു വേണ്ടി കയ്യിലുണ്ടായിരുന്നത് അത്രയും പെരുവിരൽ കുത്തി കൈയൊഴിച്ചപ്പോൾ പാവം സലോമിയും മക്കളും മനസ്സിലുണ്ടായിരുന്നില്ല. നിസ്വാർത്ഥ സേവനത്തിൻ്റെ രക്തസാക്ഷിയായ മാത്യൂസിൻ്റെ ഓർമ്മകൾ പോലും മന്ത്രിയായ വർക്കിച്ചനെ അലട്ടുന്നില്ല. ഇത് രാഷ്ട്രീയമാണ്. ദൗർഭാഗ്യങ്ങളുടെ പകിടകളി ആവില്ല. ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും സ്വാഭാവികം. വർക്കിച്ചൻ സ്വയം ന്യായീകരിച്ചു. മാത്യൂസ് മനസ്സറിഞ്ഞു സഹായിച്ചു. അയാളുടെ മനുഷ്യത്വം അതിലപ്പുറമൊന്നുമില്ല. മാത്യൂസിൻ്റെ അനുശോചന യോഗത്തിൽ ആദരവ് വാരിയെറിഞ്ഞ് അതിനുള്ള പ്രതിഫലം നൽകി. വിലയേറിയ വീട്ടുപകരണങ്ങൾ വിറ്റുകൊണ്ടാണ് സലോമി അതിജീവനത്തിന് തുടക്കം കുറിച്ചത്. ചായക്കടക്കാരൻ ഗോപാലിന് തൊഴുത്തിലെ കറവയുള്ള പശുക്കളെ ഒന്നൊന്നായി അഴിച്ചു കൊടുക്കുമ്പോൾ ജോർജ് പറഞ്ഞു, ഒന്നിനെയെങ്കിലും ബാക്കി വയ്ക്കണേ. അത് വേണ്ട മമ്മി, എല്ലാറ്റിനെയും കൊടുക്ക്. ആ തൊഴുത്തുകൂടി ഗോപാലിന് വാടകയ്ക്ക് കൊടുത്താൽ നമുക്കൊരു സ്ഥിരം വരുമാനമല്ലേ. ജോയിയുടേതാണ് കമൻറ്റ്. സലോമി മിണ്ടിയില്ല. എന്ത് മിണ്ടാൻ? ഭർത്താവിൻ്റെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിശ്വസിച്ചു. കണ്ണുമടച്ച് വിശ്വസിച്ചു. ആ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കാവലുണ്ടാകുമെന്ന് ആശ്വസിച്ചു. പറമ്പിൽ നിന്ന് കാതിലുള്ള മരങ്ങളൊക്കെ മുറിച്ചുവിറ്റ സലോമി മക്കളുടെ പഠിത്തത്തിന് നന്നേ വിഷമിച്ചു. പണമില്ലാത്ത നാളുകൾ, ദാരിദ്ര്യത്തിൻ്റെ കുത്തൊഴുക്കിൽ ആടിയുലഞ്ഞ ജീവിതം. ജോയിയും ജോർജും പഠിപ്പ് മതിയാക്കി വീട്ടിലിരിപ്പായി. ടോമിയും റേക്കുട്ടനും ഐറിഷും സ്കൂൾ വിദ്യാർത്ഥികളാണ്. സലോമി ജോയിയോട് ചോദിച്ചു, നമുക്ക് ഈ വീട് വിറ്റാലോ മോനെ? അടുത്ത മാസം ഹമീദ് അങ്കിൾ വരുമെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും, ജോയി പറഞ്ഞു. ആ, ഹമീദ് അങ്കിൾ. മാത്യൂസ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് പോയ മനുഷ്യനാ. വർഷം 4 കഴിഞ്ഞു. പിന്നീട് ഒരു വിവരവുമില്ല. സലോമി നെടുവീർപ്പിട്ടു. അങ്ങനെയൊന്നുമല്ല മമ്മി. അദ്ദേഹത്തിൻ്റെ 1-2 കത്തുകൾ വന്നിരുന്നു. കത്തോ? ആർക്ക്? എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാതിരുന്നാ അദ്ദേഹത്തിൻ്റെ ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കേസിൽ കുടുങ്ങി നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞോ? ഏതോ ബിസിനസ് ഡീലിൽ സുഹൃത്തുക്കൾ ചതിച്ചതാ. എല്ലാം ശരിയായിന്നാണ് എഴുതിയിരിക്കുന്നത്. നീ നമ്മുടെ സ്ഥിതിയൊക്കെ എഴുതിയിരുന്നില്ലേ? ഇല്ല, അദ്ദേഹത്തിനൊന്നും അറിയില്ല. നമുക്ക് അങ്ങോട്ട് കത്തയക്കാൻ പറ്റുമായിരുന്നില്ല. ശരിയായ മേൽവിലാസം ഉണ്ടായിരുന്നില്ല. പഠിച്ച മക്കൾ പണിയില്ലാതെ വീടിനകത്തിരിപ്പാണ്. സമൃദ്ധിയിൽ പുളകം കൊണ്ടിരുന്ന വീടിൻ്റെ പുകയാത്ത അടുപ്പുകൾ സലോമിയുടെ കണ്ണുനീരിൽ കുതിർന്നു. ഹമീദ് ഹാജിയാർ വന്നാൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തരാക്കാലോ എന്നവർ സ്വപ്നം കണ്ടു. അതിനുവേണ്ടി അവർ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അപ്രതീക്ഷിതമായി ഹമീദ് ഹാജിയാർ വന്നു. ഭർത്താവിൻ്റെ ക്രയവിക്രയങ്ങളിലോ രാഷ്ട്രീയത്തിലോ താല്പര്യമില്ലാതിരുന്ന ആൾ സലോമി സ്വന്തം ജീവിതത്തിന് ഏൽപ്പിച്ച ആഘാതത്തിൽ അനാഥയായി ഇരുളടഞ്ഞ ഭാവിയുടെ പെരുവഴിയിൽ പതറി നിൽക്കുകയാണ്. ഇതൊക്കെ മാത്യൂസിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടായതാണ്. അവൻ്റെ രാഷ്ട്രീയ ജ്വരം മൂത്തപ്പോഴൊക്കെ ഞാൻ ഗുണദോഷിച്ചു. കേട്ടില്ല. ഒടുവിൽ ആ വർക്കി അവനെ ചതിച്ചു. ഹാജിയാർ രോഷത്തോടെയാണ് സംസാരിച്ചത്. എല്ലാം കേട്ടുകൊണ്ട് നിന്ന സലോമി ഒടുവിലൊരു നെടുവീർപ്പോടെ പറഞ്ഞു, സാറ് പറഞ്ഞതൊക്കെ നേരാ. എല്ലാം പോയി. ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ. ഇതുകൂടി വിറ്റാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ടോ? വിറ്റ് തിന്നാൽ എത്ര വരെ? കുട്ടികൾ 5 എണ്ണം. എവിടെ ഐറിഷ്? അവളുടെ പഠിപ്പ് എവിടെ വരെയായി? 3 പേര് സ്കൂളിൽ പോയി. ഐറിഷിൻ്റെ സ്കൂൾ പഠനം കഴിഞ്ഞു. ഇനി കോളേജിൽ ചേരണം. ഓഹോ, ഞാനതൊന്നും ഓർത്തില്ല. ബിസിനസ്സിൽ ചില നോട്ടക്കുറവ് പറ്റി. ചതി. മാത്യൂസിനെ പോലെ ഞാനും ചതിക്കപ്പെട്ടു. എന്താ പറ്റിയത്? സലോമി വ്യാകുലതയോടെ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. ജോയിയോട് എന്നെ കാണാൻ പറ. വീട്ടിൽ വേണ്ട, ഓഫീസിൽ വന്നോട്ടെ. ഈ ആഴ്ച കഴിഞ്ഞ് ജോർജിനെ കൂട്ടിക്കൊള്ളാൻ പറയണം. ഹാജിയാർ പോകാൻ ഒരുങ്ങി. ഞാൻ കാപ്പിയെടുക്കാം, സാറി ഇരുന്നാട്ടെ. വേണ്ട, ഐറിഷിനെ കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല. അച്ഛനമ്മമാർ വിശ്വസിച്ചേൽപ്പിച്ച ആൾ. സലോമി വിതുമ്പി. സാരമില്ല സലോമി, എല്ലാം നേരെയാവും. ഹാജിയാർ സലോമിയെ ആശ്വസിപ്പിച്ചു. ഹാജിയാർ മുറ്റത്തേക്കിറങ്ങി. കാറിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ സലോമിയെ തിരിഞ്ഞു നോക്കി. ആ, ഞാൻ ഐറിഷിനും ആങ്ങളമാർക്കും ചില സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു തരാൻ മറന്നു. ഹാജിയാർ ഡ്രൈവർ കാറിൻ്റെ ഡിക്കി തുറന്ന് 2-3 കെട്ടുകൾ എടുത്ത് സലോമിയുടെ മുന്നിൽ വെച്ചു. അവർക്കിപ്പോൾ സമ്മാനമല്ല സാറേ വേണ്ടത്, വിശപ്പടക്കാനുള്ള സാധനങ്ങളാണ്. സലോമി വിതുമ്പി. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി മഹാറാണിയെപ്പോലെ ജീവിച്ചു വന്ന ഒരു ആര്യൻ നസ്രാണിയുടെ സഹധർമ്മിണി. അതിനു മുൻപോ പണവും പ്രതാപവും കൊടുക്കുത്തി വേണ കൊട്ടാരത്തിലെ കുഞ്ഞിറാണി. ഇപ്പോഴിതാ മക്കളുടെ വിശപ്പടക്കാൻ ഒരു അന്യപുരുഷൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നു. സലോമി. അവളുടെ അന്ധകരണം വല്ലാതെ വിറപ്പുണ്ടു. അന്തസ്സും ആത്മാഭിമാനവും കുത്തനെ ഇടിഞ്ഞു വീണ ആ നിമിഷം. എനിക്കിനി ജീവിക്കേണ്ട സാർ, ഞാനും എൻ്റെ മക്കളും കൂടി. അവർ പൊട്ടിക്കരഞ്ഞു. ഛേ, ഇതെന്ത് സലോമി, കരയാതിരിക്കേ. എൻ്റെ മാത്യൂസിൻ്റെ കുടുംബം ഒരിക്കലും അനാഥമാകില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെയായാൽ പടച്ചോൻ എന്നോട് പൊറുക്കൂല. പടച്ചോൻ പുറത്താലും എൻ്റെ മാത്യൂസ്. ഹാജിയാരുടെ ശബ്ദമിടറി. ഞാൻ ഇറങ്ങുന്നു. കുട്ടികളോട് എന്നെ വന്ന് കാണാൻ പറയൂ. ഹാജിയാരുടെ കാർ കടന്നു പോകുന്നത് നോക്കി സലോമി നിർനിമേഷയായി നിന്നു.
മാത്യൂസിൻ്റെ മക്കൾ ജോയിയും ജോർജും ഒന്നിച്ചാണ് കടൽ കടന്നത്. ഹമീദ് ഹാജിയാരുടെ ഔദാര്യത്തിൽ കർത്താവ് തമ്പുരാൻ്റെ കാരുണ്യം പെയ്തിറങ്ങി. ഹാജിയാരുടെ ബിസിനസ് സ്ഥാപനത്തിൽ ജോയിയും ജോർജും മോശമല്ലാത്ത ശമ്പളത്തിൽ നിയമിതരായി. നമ്മുടെ കഷ്ടപ്പാടുകൾ തീരും മമ്മി. പപ്പ നഷ്ടപ്പെടുത്തിയതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിച്ച് മമ്മിയുടെ കാൽക്കൽ വയ്ക്കും, ജോയി എഴുതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹമീദ് ഹാജിയുടെ മക്കൾ ബാപ്പയുടെ ബിസിനസ്സിൽ പങ്കുകാരായി. ഹോട്ടലുകളും മാളുകളും മറ്റു ബിസിനസ്സുകളും ഓരോരുത്തരായി മുൻകൈയെടുത്ത് നടത്തുകയായിരുന്നു. കേരളത്തിലെ പ്രമുഖനായ കാർ ഡീലറാണ് ഹമീദ് ഹാജി. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ പെട്രോൾ ബാങ്കുകളുടെ ഒരു സീരീസ് തന്നെയുണ്ട്. മതത്തിൽ പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും എണ്ണപ്പെട്ട ഒരു മതവിശ്വാസിയായിരുന്നു ഹമീദ് ഹാജി. എവിടെയും എല്ലാവർക്കും സ്വീകാര്യനുമായിരുന്നു. ഹാജിയാർ മാത്യൂസ് ഉള്ളപ്പോൾ എങ്ങനെയോ അങ്ങനെ തന്നെ ആ കുടുംബത്തിൽ വരികയും അനാഥമായ ആ കുടുംബത്തിൻ്റെ കാവലും കരുതലും സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. സലോമിയെ സ്വന്തം സഹോദരി പോലെയാണ് ഹാജിയാർ കണ്ടതും കാത്തതും. ദീർഘകാലമായി രോഗിയായി കിടക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് നൽകാവുന്ന ചികിത്സകളൊക്കെ നൽകിയെങ്കിലും അവിടെ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായി കാണാത്തതിൽ ഹാജിയാർ ദുഃഖിതനും നിരാശനുമായിരുന്നു. 20ാമത്തെ വയസ്സിൽ ഹമീദ് എന്ന വെറ്റില കച്ചവടക്കാരൻ ആയിഷുവിൻ്റെ കൈ പിടിക്കുമ്പോൾ അവൾക്ക് പ്രായം 14. ഒന്നുമില്ലായിരുന്നു. കാണാൻ മൊഞ്ചുള്ള ഒരു പെണ്ണ്, കണ്ണിൽ കിനാവ് പുറത്തിറങ്ങുന്ന പ്രായം. മൈലാഞ്ചി ചുവപ്പുള്ള ചുണ്ടിൽ കിനിഞ്ഞു നിന്ന സ്നേഹത്തിൻ്റെ തണലിൽ തുടങ്ങിവെച്ച യാത്രയിൽ പണം പണം എന്നാർത്തു വിളിച്ച് നാടും വീടും വിട്ടെറിഞ്ഞ് ഭ്രാന്തമായി നടത്തിയ പരക്കം പാച്ചിലിൽ ആയിഷുവിനെ ഓർത്തില്ല. വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന 1-2 നാളുകൾ. സ്വന്തം മക്കളെ പെറ്റുപോറ്റുന്ന വെറുമൊരു യന്ത്രമെന്നതിലപ്പുറം ഹാജിയാർക്ക് ആയിഷു ഒന്നുമായിരുന്നില്ല. ആണ്ടോടാണ്ടു പ്രസവം, മക്കളെത്ര, അവരുടെ പ്രായം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊന്നും ഹമീദിനൊരു പ്രശ്നമായിരുന്നില്ല. മുണ്ടും കാച്ചിയും, കാതിലിൽ തൊങ്ങൽ പോലെ സ്വർണ്ണവളയങ്ങളും, വായിൽ നിന്നും പിരിയാതെ നിൽക്കുന്ന വെറ്റില കൂട്ടുമായി ആയിഷുമ്മ ഹാജിയാരുടെ ബീഡറായി വിലസി. 8 ആൺമക്കളും ഒരേയൊരു മകളും. ഹാജിയുടെ പ്രൗഢമായ കുടുംബം. ഹാജിയാരുടെ മാളികയിൽ ഒറ്റപ്പെട്ടു പോയ പാവം ആയിഷു. ബാപ്പ എന്ന് വരും? ആയിഷുമ്മ മക്കളോട് ചോദിക്കും. നമുക്കറിയില്ലോ മച്ചേ. മക്കളിൽ മൂത്തവളായ കുഞ്ഞാമിന് അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മദ്രസയിൽ മുടങ്ങാതെ പോയി അറബി പഠിപ്പിച്ചിരുന്നു. ഖുർആൻ ഓതാൻ പഠിച്ചാൽ മതിയെന്ന തങ്ങൾ പറഞ്ഞത്. പണമുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഹാജിയാർ അതൊന്നും ശ്രദ്ധിച്ചില്ല. പ്രായമാകുന്ന മുറയ്ക്ക് മക്കളെ കടൽ കടത്തി കൊണ്ടുപോയി ഹാജിയാർ. ഓരോരുത്തർക്കും ബിസിനസ്സിൽ പാർട്ണർഷിപ്പും നൽകി. ഭാഗികമായും പൂർണ്ണമായും ചുമതലകൾ നൽകി. പഠിപ്പിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരുന്നെങ്കിലും ബിസിനസ്സിൽ എല്ലാവരും മിടുക്കന്മാരായിരുന്നു. മൂത്ത മകൻ അൻവർ കാണാൻ സുന്ദരനും സുഖലോലുപനുമായിരുന്നു. 20ാമത്തെ വയസ്സിൽ പെണ്ണുകെട്ടിയ അൻവറിന് പിന്നെയും ഭാര്യമാരുണ്ടായി. ഭാര്യയെന്ന് പറഞ്ഞാൽ ആധികാരികമായല്ല, ഓരോ സ്ഥലത്തെത്തുമ്പോൾ സൗകര്യപ്രദമായി അന്തിയുറങ്ങാനൊരു കൂട്ട്. അൻവറിൻ്റെ യഥാർത്ഥ ഭാര്യ ഇതൊന്നും അറിയാതെ സമ്പന്നമായ തറവാട്ടിൽ സുഖകരമായി ജീവിച്ചു. അവരുടെ സപത്നിമാരും പരസ്പരം അറിയാതെ പലയിടങ്ങളിലായി അൻവറിനെ സ്നേഹിച്ചും സേവിച്ചും കാലം കഴിച്ചു. കുഞ്ഞാമിനയെ കുഞ്ഞിലെ തന്നെ കെട്ടിച്ചു വിട്ടു. അവളും തുരുതുരെ പെറ്റുകൂട്ടി. 3ാമത്തവനാണ് ഏറെ പഠിച്ച സിദ്ദിഖ്. ഹമീദ് ഹാജിയെ പോലെ കറുത്തുരുണ്ട് പൊക്കം കുറഞ്ഞ സിദ്ദിഖാണ് ഹാജിയാരുടെ വലംകൈ. കാരണം പഠിപ്പുള്ളവൻ, കാര്യശേഷിയുള്ളവൻ, തന്നെപ്പോലെ ലുബ്ധിച്ച് പണത്തിൻ്റെ തോത് കൂട്ടുന്നവൻ. ഐറിഷിൻ്റെ പ്രായമാണ് സിദ്ദിഖിന്. മാത്യൂസ് ഉള്ളപ്പോൾ ഹാജിയാർക്കൊപ്പം സിദ്ദിഖ് മുരിങ്ങാമൂട്ടിൽ വന്നിട്ടുണ്ട്. ഐറിഷൊത്ത് കളിച്ചിട്ടുണ്ട്. സലോമി ഐറിഷിനും സിദ്ദിഖിനും ഒരേ പാത്രത്തിൽ നിന്നാണ് ചോറ് കുഴച്ച് ഊട്ടിയതിരുന്നത്. ഹാജിയാരും മക്കളും നാട്ടിലില്ലാതിരുന്ന സമയത്താണ് ആയിഷുവിന് ഹൃദയാഘാതം വന്നത്. ഹാജിയാരും ആൺമക്കളും വിവരം അറിഞ്ഞെങ്കിലും ആരും എത്തിയില്ല. ഹാജിയാർ മക്കളെ ഓരോരുത്തരെയും വിളിച്ചു. ഉടനെ നാട്ടിലെത്തണം, ഉമ്മച്ചിക്ക് വേണ്ട കെയർ കൊടുക്കണം. എനിക്ക് സമയമില്ല ബാപ്പ, മൂത്തവൻ പറഞ്ഞു. അൻവർ ഉടനെ നാട്ടിലെത്തണം. ഹാജിയാർ മക്കളെ ഓരോരുത്തരെയും വിളിച്ചപേക്ഷിച്ചു. അയ്യോ പറ്റില്ല ബാപ്പ, ഇവിടെ ആകെ കുഴപ്പമാ, ചില തൊഴിൽ പ്രശ്നങ്ങളുണ്ട്. ഒടുവിൽ ഹാജിയാർ തനിക്കേറെ അടുപ്പമുള്ള സിദ്ദിഖിനെ വിളിച്ചു. മോനെ, ഉമ്മച്ചിക്ക് സ്ട്രോക്ക്. ഹാജിയാർ പറഞ്ഞു തീരും മുമ്പേ സിദ്ദിഖ് പറഞ്ഞു, ഞാൻ അറിഞ്ഞു ബാപ്പ, എനിക്ക് തൽക്കാലം ഇവിടെ വിട്ടു നിൽക്കാൻ വയ്യ. അവിടെ ഇത്താത്തുണ്ടല്ലോ, ബാപ്പ തന്നെ പോകണം, ഉമ്മച്ചിക്കും അതാവും ഇഷ്ടം. ഹാജിയാർ ധൃതിയിൽ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആയിഷുവിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും പരതിക്കൊണ്ടിരുന്നു. മക്കളെയും ഭർത്താവിനെയും ഒരു നോക്ക് കാണാൻ കൊതിച്ചു കാണും. ഒടുവിൽ അവരുടെ ചുണ്ടുകൾ അനങ്ങി. ബാപ്പ വന്നില്ലേ? അതെ, വന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ അവ അടഞ്ഞു. ഹമീദ് ഹാജി വീട്ടിലെത്തും മുൻപ് വിവരമറിഞ്ഞു. അവൾ കദീഷു ഇനിയില്ല. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കണ്ണിയായവൾ, കണ്ണിമ ചിമ്മാതെ തന്നെ കാത്തവൾ, ഒരിക്കൽ പോലും കലഹിക്കാതെ തന്നെ സഹിച്ചവൾ, ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാതെ തൻ്റെ കൂടെ നിന്നവൾ. കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നടന്നു കയറുമ്പോഴും ആയിഷുവിന് ഒരു മാറ്റവും ഉണ്ടായില്ല. സ്വന്തം ഭർത്താവും മക്കളും, അതിനപ്പുറത്തൊരു ലോകം അവർക്കുണ്ടായിരുന്നില്ല. സ്വന്തം ഭർത്താവിൻ്റെ വളർച്ചയിൽ പടച്ചോൻ്റെ കാവലുണ്ടാകണമെന്നേ ആയിഷു ആഗ്രഹിച്ചുള്ളൂ.
ഭർത്താവിനൊപ്പം ഒരിക്കലെങ്കിലും കടൽ കടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കും. പക്ഷേ അവരത് തുറന്നു പറഞ്ഞില്ല. ഒരിക്കലും മക്കളെയും ഭാര്യയെയും കൂട്ടി ഒരു ഉല്ലാസയാത്രയെപ്പറ്റി ഹാജിയാരും ഓർത്തില്ല. അതിനും മുതിർന്നില്ല. മക്കൾക്കും ഉമ്മയോട് അടുപ്പം കുറവായിരുന്നു. മാത്യൂസ് ഉള്ളപ്പോൾ സലോമി വരുമായിരുന്നു മക്കളെയും കൂട്ടി. മാത്യൂസിൻ്റെ മരണശേഷം സലോമിയുടെ വരവും പൂർണ്ണമായി നിലച്ചു. സ്വന്തം ഇല്ലായ്മകളും സങ്കടങ്ങളുമായി സലോമി സ്വന്തം കുടുംബത്തിലൊതുങ്ങി. ഖദീഷു മരിച്ചതറിഞ്ഞിട്ടും സലോമി വന്നില്ല. എന്നാൽ ഐറിഷ് വന്നിരുന്നു. മയത്ത് കണ്ട് ധൃതിയിൽ മടങ്ങുകയും ചെയ്തു. ഹമീദാജി ഏറെ കാലത്തിന് ശേഷമാണ് ഐറിഷിനെ കാണുന്നത്. സ്കൂൾ ഫൈനൽ കഴിഞ്ഞ ശേഷം ഐറിഷ് സലോമിയുടെ നാട്ടിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിന്നാണ് പഠിച്ചത്. സലോമിയുടെ ഒരകന്ന ചാർച്ചക്കാരൻ പുരോഹിതനാണ് ഐറിഷിന് ആ സൗകര്യം ചെയ്തു കൊടുത്തത്. മാത്യൂസിൻ്റെ മരണശേഷം അനാഥമായ കുടുംബവുമായി പെരുവഴിയിലായ സലോമി അരമനയിൽ ചെന്ന് ഫാദർ അന്തോണിയോസിനെ കാണുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും പിതാവേ? എൻ്റെ മക്കൾ എല്ലാം നശിച്ചു. കർത്താവല്ലാതെ എനിക്കിനി അഭയമില്ല. സലോമി മുട്ടിന്മേൽ നിന്ന് അലമുറയിട്ടു. കരയാതിരിക്കും മകളെ, കർത്താവ് എല്ലാറ്റിനും ഒരു വഴി കാണിച്ചു തരും. ആൺകുട്ടികൾ വീട്ടിൽ തന്നെ നിന്നോട്ടെ. പക്ഷേ എൻ്റെ ഐറിഷിനെ പിതാവ് എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചു തരണം. സലോമി വിതുമ്പി. ആട്ടെ, അവൾക്ക് കർത്താവിൻ്റെ മണവാട്ടിയാകാൻ താല്പര്യമുണ്ടോ? അറിയില്ല പിതാവേ, പക്ഷെ അത് വേണ്ട. ഞങ്ങളുടെ ഒരേ ഒരു പെൺതരിയാണ്. വേണ്ട വേണ്ട പിതാവേ, അവൾക്ക് ആ വഴി വേണ്ട. സലോമി മുട്ടിന്മേൽ നിന്ന് വാവിട്ട് കരഞ്ഞു. എന്തുകൊണ്ട് വേണ്ട? വേണ്ടാന്ന് ഐറിഷ് പറഞ്ഞോ? ഫാദർ ചോദിച്ചു. ഇല്ല, പക്ഷെ എനിക്കറിയാം അവളുടെ വഴി സന്യാസത്തിൻ്റെതല്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. നിന്റെ മക്കൾ എല്ലാ സുഖദുഃഖങ്ങളോടും കൂടി ലൗകിക ജീവിതം നയിക്കട്ടെ. സലോമി സെൻറ്റ് തെരേസ കോൺവെൻറ്റിൽ നിൽക്കട്ടെ. അവിടെ നിന്ന് പഠിക്കാം. പ്രാർത്ഥനയിലും കന്യാസ്ത്രീയോട് കൂടെ ചേരട്ടെ. പിതാവേ, സലോമി വിതുമ്പി. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതി. സലോമി എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പുരോഹിതൻ അനുഗ്രഹിച്ചു. ഐറിഷ് കോൺവെൻറ്റിൽ ചേർന്നിട്ട് 10 വർഷം കഴിയുന്നു. ചരിത്രത്തിൽ ഡിഗ്രിയും കോമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രിയുമുള്ള ഐറിഷ് അവസാന പെരുന്നാൾ കാലത്താണ് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഐറിഷ് സെൻറ്റ് ആഞ്ചലോസ് വിമൻസ് കോളേജിൽ കോമേഴ്സ് ലെക്ചറായിരുന്നു. യൗവന പൂത്തിരിഞ്ഞ ഐറിഷിനെ കണ്ട് ഹമീദ് ഹാജിയുടെ കണ്ണുകളിൽ പൂത്തിരി കത്തി. കുഞ്ഞാറ്റയെപ്പോലെ കൊഞ്ചി നിന്ന കാലം മുതൽ തൻ്റെ നെഞ്ചിൽ പിടഞ്ഞു നിന്ന ഐറിഷിൽ ഭ്രമിച്ചുപോയ ഹമീദ് ഹാജി തനിക്കുള്ളതെല്ലാം അവളുടെ കാൽക്കൽ വച്ചാലും അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ഐറിഷ് വളർന്നിരിക്കുന്നു. ഹാജിയാർ സലോമിയോട് പറഞ്ഞു. അവളെ കർത്താവിൻ്റെ മണവാട്ടിയാക്കണമെന്ന കന്യാസ്ത്രീയമ്മമാർ പറയുന്നത്. കർത്താവിൻ്റെ മണവാട്ടിയോ? ചുമ്മാ പിരാന്ത് പറയല്ലേ സലോമി. പിരാന്തല്ല സാറേ. അവളെ പഠിപ്പിച്ചതും ജോലി കൊടുത്തതും ഒക്കെ മറക്കരുതല്ലോ. അതിന് ആ പെൺകുട്ടി സ്വന്തം ജീവിതം ഹോമിക്കണോ? ഐറിഷ് എന്തു പറഞ്ഞു? ഹാജിയാർ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതുമില്ല. ചോദിക്കണം. വേണ്ട, ഞാൻ ചോദിക്കാം. ചോദിച്ചു. ഹമീദ് ഹാജിയുടെ മനസ്സിൽ പൂത്തു നിൽക്കുന്ന ഒരു മോഹം വാടാതെ കൊഴിയുകയാണ്. ഐറിഷിന് ഈ അങ്കിളിൻ്റെ അഭിപ്രായം പരിഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഹമീദ് ഹാജിയാരെ ഐറിഷിന് വളരെ ഇഷ്ടമാണ്. വീട്ടിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പപ്പയുടെ സ്നേഹവും കരുതലും വാരിക്കോരി തന്ന ആളാണ് ഹമീദ് അങ്കിൾ. മറ്റു സഹോദരങ്ങളെക്കാരെ ഏറെ ഐറിഷിന് ഇഷ്ടമാണ് ഹമീദ് ഹാജിക്ക്. മാത്യൂസ് പണയപ്പെടുത്തിയ വീടും പറമ്പും ജപ്തി ചെയ്യുന്ന ഘട്ടത്തിൽ 10 ലക്ഷം രൂപ ഐറിഷിൻ്റെ കയ്യിലാണ് ഹാജിയാർ വച്ചു കൊടുത്തത്. ഒടുവിലിതാ ഹാജിയാർ തൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രൊഫഷണൽ കോളേജിൻ്റെ വാതിൽ ഐറിഷിന് മുന്നിൽ തുറന്നു പിടിച്ചിരിക്കുന്നു. അവിടെ വെറുമൊരു ഉദ്യോഗസ്ഥയായിട്ടല്ല, വിശിഷ്ടാതിഥിയെ പോലെ അധ്യാപികയായി. ഐറിഷിൻ്റെ ഹൃദയം കടപ്പാടുകൊണ്ട് കുനിയുകയാണ്. ഓർമ്മവച്ച കാലം മുതൽ ഒപ്പം കൊണ്ടു നടന്ന രക്ഷകൻ. അദ്ദേഹം ഐറിഷിന് പപ്പയുടെ സുഹൃത്ത് മാത്രമല്ല, മനസ്സിൽ കർത്താവിനൊപ്പമാണ് അങ്കിൾ ഹമീദ് ഹാജി. അദ്ദേഹത്തിൻ്റെ കാരുണ്യം സ്വന്തം കുടുംബത്തിൻ്റെ വിശദമായ കാവലാണ്. അത് മറക്കാൻ പറ്റുകയില്ല. സലോമി മക്കളെ ഓർമ്മിപ്പിച്ചു. ഐറിഷിനും അതുതന്നെയായിരുന്നു അഭിപ്രായം. പക്ഷേ പിന്നെപ്പോഴോ മനസ്സിൻ്റെ അൾത്താരയിൽ കർത്താവിൻ്റെ വിലാപ്പുറത്തെ ചോരപ്പാടിനു മുന്നിൽ ഐറിഷ് പകച്ചു നിന്നു. ഐറിഷ് നാട്ടിൽ നിന്ന് ഹാജിയാർക്കൊപ്പം ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്ന ഐറിഷിൻ്റെ തോളിൽ തന്നെക്കാൾ 3 മടങ്ങ് പ്രായമുള്ള വൃദ്ധൻ്റെ കൈത്തലം അമർന്നു പൊള്ളി. ഐറിഷ്. അതൊരു വിലാപമായിരുന്നു. വിഹുലമായ ഐറിഷിൻ്റെ കണ്ണുകളിൽ ഇരുൾ വീണു പോയിരുന്നു. അവളൊരു വിറയലോടെ തൻ്റെ ഒപ്പമിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പേടിയോടെ വിളിച്ചു. അങ്കിൾ. ഹാജിയാർ പെട്ടെന്ന് കൈ പിൻവലിച്ചു. തൻ്റെ മാത്യൂസിൻ്റെ മകൾ, താൻ സമ്മാനിക്കുന്ന പട്ടുടുപ്പിട്ട് പാവക്കുട്ടിയെപ്പോലെ തൻ്റെ മടിയിൽ കിടന്നു വളർന്നവൾ. പെട്ടെന്ന് അയാൾ ഭ്രാന്തമായ ആവേശത്തോടെ അവളെ വാരി അണച്ചു. അങ്കിൾ. അവളുടെ നിലവിളി അയാളുടെ കൈത്തലം കൊണ്ട് മൂടിക്കൊണ്ട് അയാൾ അപേക്ഷിച്ചു. എനിക്ക് ആരുമില്ല ഐറിഷ്. പണം, പദവി, മക്കൾ. പക്ഷേ അനുനിമിഷം കുന്നുകൂടുന്ന സമ്പത്തിനുമേൽ കാവലിരിക്കുന്ന ഒരു ഭൂതം മാത്രമാണ് ഞാൻ. ഐറിഷ്, നീ എന്നോട് ക്ഷമിച്ചേക്ക്. അയാൾ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്ലീസ്, പ്ലീസ് ഐറിഷ്. ഐറിഷിൻ്റെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. അവൾ സർവാംഗം തളർന്ന് സ്തംഭിച്ചിരുന്നു. കണ്ണുകളടഞ്ഞ് ഉമിനീര് വറ്റി. സ്വബോധം തന്നെ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ, മാസങ്ങൾ. ഐറിഷ് സ്വയം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ താളുകൾ മറിച്ചപ്പോൾ ഒരിക്കൽ ചോദിച്ചു.
നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് നീ ചോദിക്കുന്നത്? ഹാജിയാർ ചോദിച്ചു. എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങ് തന്ന ജീവിതമാണ്. അതിന് അങ്കിൾ പിടിച്ചു വാങ്ങിയത് എൻ്റെ ജീവിതമാണ്. എൻ്റെ സഹോദരങ്ങളും പെറ്റമ്മയും അറിഞ്ഞിരിക്കാൻ നമുക്കൊരു ബന്ധം വേണ്ടേ? വേണം. നീ എൻ്റെ രണ്ടാം വീടരല്ലേ? അത് പറഞ്ഞാൽ പോരാ. നമ്മൾ തമ്മിൽ അങ്ങനെയൊരു ബന്ധപ്പെടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനും ഒരു രേഖ വേണ്ടേ? രേഖയോ? അതെ, അങ്കിൾ എന്നെ നിയമപരമായി വിവാഹം കഴിക്കണം. വിവാഹമോ? അതെങ്ങനെ സാധിക്കും? എന്താ സാധിച്ചാൽ? സാധിക്കണമെങ്കിൽ നീ മതം മാറണം. മതം മാറിയാലേ നീ എൻ്റെ ഭാര്യയാകൂ. മതം മാറാനോ? കഴുത്തിൽ കിടക്കുന്ന കുരിശിൽ ഐറിഷ് അറിയാതെ തൊട്ടുപോയി. കർത്താവേ, ഇതെന്ത് പരീക്ഷണം! അവനവൻ്റെ സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സമാധാനമായി ജീവിച്ചാൽ പോരെ? പോരാ. എനിക്ക് എൻ്റെ മതം മറ്റെന്തിനേക്കാളും വലുതാണ്. എന്നേക്കാൾ? തീർച്ചയായും. നിനക്ക് എൻ്റെ മേൽവിലാസത്തിൽ ജീവിക്കണോ? എങ്കിൽ മതം മാറണം. എന്നിട്ട് എൻ്റെ ബീവിയായി ജീവിക്കുക. ഐറിഷ് ഞെട്ടലോടെയാണ് ഹാജിയാരുടെ വാക്കുകൾ കേട്ടത്. അവൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു മതഭ്രാന്തനെ പോലെ അവളുടെ മുന്നിലിരുന്ന് ആക്രോശിക്കുന്നു. നിന്നെ കണ്ടിട്ടാണ് നിൻ്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ഏറ്റെടുത്തതും രക്ഷപ്പെടുത്തിയതും. നീ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഗൽബിൽ കയറിക്കൂടിയ നിന്നെ വിട്ടുകളയാൻ വയ്യ. അപ്പോൾ നിങ്ങൾ എന്നെ കരുതിക്കുട്ടി നശിപ്പിക്കുകയായിരുന്നല്ലേ? നശിപ്പിച്ചെന്നോ? നിന്നെയും നിൻ്റെ കുടുംബത്തെയും നശിപ്പിച്ചത് ഞാനല്ല, നിൻ്റെ പപ്പ. അതേ മാത്യൂസ്. ഞാൻ അയാളെ എത്ര ഗുണദോഷിച്ചു കേട്ടില്ല. അയാൾ ആ നശിച്ച രാഷ്ട്രീയത്തിൽ ചെന്ന് ചാടിയില്ലേ നീ ഇങ്ങനെയാകുമായിരുന്നോ? നിൻ്റെ കുടുംബം ഇങ്ങനെയാകുമായിരുന്നോ? പറ. ഐറിഷ് ശബ്ദിച്ചില്ല. അയാൾ പറയുന്നതത്രയും ശരിയാണ് പപ്പ. വയ്യ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മതം മാറാനോ? വയ്യ. കർത്താവിന് ചേരാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും പണത്തിൻ്റെ ബാധ്യതയാണ് വൃദ്ധനായ ഒരാളുടെ കണ്ണീരിന് മുന്നിൽ കീഴടങ്ങിയത്. ഒരിക്കലും അതിൽ തൻ്റെ ഹൃദയം പങ്കാളിയായിരുന്നില്ല. കടപ്പാട്. ആ കടപ്പാട് മുതലെടുത്ത് ആ മനുഷ്യൻ തന്നെ വീഴ്ത്തി. ആ വീഴ്ചയിൽ നിന്നൊരു മോചനം താൻ ആഗ്രഹിക്കുന്നില്ല. നിറഞ്ഞ യൗവനം കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെ ജീവിതത്തിൻ്റെ വഴിയോരത്ത് ഒട്ടിക്കിടക്കുന്നു. തൻ്റെ സ്ത്രീത്വം, യൗവന സഹജമായ മോഹങ്ങൾ വിടരും മുമ്പേ കരിഞ്ഞുപോയി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? എങ്കിലും ഒന്നുകൂടി അവൾ പറഞ്ഞു. മതം മാറാൻ എനിക്ക് സാധ്യമല്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് വയ്ക്കാം. എൻ്റെ നഷ്ടം ഞാൻ സഹിച്ചോളാം. അങ്ങനെയെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമാവില്ല. നിൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ആശ്രിതരായ അവർ നാളെ മുതൽ വീട്ടിലിരിക്കും. അതോർത്തോ? അങ്കിൾ. അല്ല, ഇനി അങ്ങനെ വിളിക്കരുത്. മേലിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഇപ്പോൾ നീ എൻ്റെ മാത്യൂസിൻ്റെ മകളല്ല. എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ. മനസ്സിലായോ? മനസ്സിലായി. കടൽ കടന്നുപോയ സഹോദരങ്ങൾ വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങി വന്നാലോ? പ്രതീക്ഷയോടെ വീട്ടിൽ കാത്തിരിക്കുന്ന അമ്മച്ചിയോട് എന്തു പറയും? കയ്യിലുള്ള ജോലി വേണമെങ്കിൽ സന്യസിക്കണം. ഇവിടെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ മതം മാറണം. ഇതെൻ്റെ ഫെയ്റ്റാണ്. ഭാഗ്യദോഷം. ഐറിഷ് വിതുമ്പലോടെ ഹാജിയാരുടെ മുഖത്തേക്ക് നോക്കി. നീ ആലോചിക്കേ. മതം മാറി നമ്മുടെ നിക്കാഹ് കഴിഞ്ഞാൽ നീ നമ്മുടെ കോളേജിലെ അധ്യാപികയല്ല, അധികാരിയാണ്. അതായത് ഉടമസ്ഥ. എൻ്റെ ബേബി ഒരു ശമ്പളക്കാരിയാവുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ സ്റ്റാറ്റസിന് അത് ചേരില്ല. ഹമീദ് ഹാജിയുടെ കൽപ്പനകൾ ഐറിഷ് കേൾക്കുമായിരുന്നില്ല, അനുസരിക്കുകയായിരുന്നു. എതിർക്കാൻ കഴിഞ്ഞില്ല. എതിർത്തിട്ട് കാര്യമില്ലല്ലോ. തർബിയത്തിൽ വച്ചാണ് മതം മാറ്റൽ ചടങ്ങ് നടന്നത്. ഐറിഷ് എന്ന പേര് മാഞ്ഞു. സാബിറ എന്ന പേര് പതിച്ച നിക്കാഹ് സർട്ടിഫിക്കറ്റുമായി മടങ്ങി വരുമ്പോൾ ഹാജിയാർ പറഞ്ഞു, ഇനി നീ അറബി പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം, ദിവസം 5 നേരം നിസ്കാരം, ശിരസ്സു മറയ്ക്കണം, പർദ്ദ ധരിക്കണം, ഇസ്ലാം മതത്തിൻ്റെ ചിട്ടകളൊക്കെ അനുസരിക്കണം. പെരുമാറ്റച്ചട്ടങ്ങൾ ഓതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ ജോലിക്ക് പോകരുത്. ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. എക്കാലവും നിങ്ങൾക്ക് എൻ്റെ അമ്മച്ചിയെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതിന് എനിക്ക് ജോലി വേണം, ഐറിഷ് തറപ്പിച്ചു പറഞ്ഞു. പറ്റില്ലെങ്കിൽ എൻ്റെ കോളേജിൽ നിന്ന് നിന്നെ ഞാൻ പിരിച്ചുവിടും, ഹാജിയാർ ആക്രോശിച്ചു. ആയിക്കോട്ടെ, ഞാൻ ക്വാളിഫൈഡ് ആണ്. എനിക്ക് മറ്റൊരു ജോലി കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐറിഷ്, നീ വെറുതെ വാശി പിടിക്കേണ്ട. എനിക്കുള്ളതെല്ലാം നിനക്ക് കൂടി അവകാശപ്പെട്ടതാ. നിൻ്റെ ശമ്പളം എത്രയായാലും അത് ഞാൻ തന്നാൽ പോരെ? മോശമാക്കില്ല. പ്രതിമാസം 1,00,000 രൂപ നിൻ്റെ അക്കൗണ്ടിൽ വന്നു ചേരും. അതുപോരെ? മതി, എനിക്കത് മതി. ഹാജിയാർ അവളെ ആവേശത്തോടെ വാരിപ്പുണരുമ്പോൾ സാബിറയ്ക്ക് മറുത്തൊരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, പരിചാരകർ, പിന്നെ നിൻ്റെ കുടുംബം, എല്ലാം നിനക്ക് ലഭിക്കും. ഹാജിയാരുടെ വാക്കുകൾ. സാബിറയുടെ കൽബിൽ കിനാവുകൾ മരിച്ചു വീണ ആ രാത്രി പഴകിയ ശീലയിൽ പൊതിഞ്ഞു പുഴുത്ത ഇരുമ്പ് ദണ്ട് പോലെ അവൾ ഹമീദ് ഹാജിയുടെ നെഞ്ചിൽ പറ്റിക്കിടന്നു. ശീതീകരിച്ച മുറിയിൽ കനൽക്കാറ്റടിച്ചു. അയാൾ തൻ്റെ മാറിൽ കിടക്കുന്ന പുഷ്കലമായ യൗവനത്തെ ഭയപ്പാടോടെ നോക്കി. അവളിൽ തപിച്ചു നിൽക്കുന്ന വികാരത്തിൽ വെന്തുപോയ അയാൾ പിടഞ്ഞെണീറ്റു. കുറ്റബോധമോ നഷ്ടബോധമോ എന്തെന്നറിയാതെ അയാൾ അവളിൽ നിന്ന് കുതറിമാറി. അവൾ അയാളെ തന്നിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറന്ന് അയാൾ പുറത്തേക്കിറങ്ങി. അവൾ പിന്നാലെ കുതിച്ചു ചെന്നു. എന്തു പറ്റി? അവൾ അയാളെ മുറുകെ പുണർന്നുകൊണ്ട് ചോദിച്ചു. എന്തു പറ്റിയെന്ന് പറ, അവൾ കെഞ്ചി. ഒന്നുമില്ല.
ഒന്നുമില്ല. അയാൾ ഒരു അപസ്മാര രോഗിയെ പോലെ കിതച്ചു. വാ, വന്ന് കിടക്ക്, അവൾ നിർബന്ധിച്ചു. എനിക്ക് അല്പം കാറ്റ് കൊള്ളണം, നീ പോയി കിടന്നോളൂ. അയാൾ ആകാശത്തേക്ക് നോക്കി. ഒറ്റ നക്ഷത്രം പോലുമില്ല. കൂരിരുട്ട്, ഒരു മിന്നാമിനുങ്ങ് പോലുമില്ല. നെഞ്ചു പുകയുന്നു, ശരീരം വിറയ്ക്കുന്നു. അവൾ ഇനി എന്തു ചെയ്യും? ഒന്നും വേണ്ടായിരുന്നു. മൊഴി ചൊല്ലിയാലോ? വയ്യ, അത് വയ്യ. അയാൾ വെറും നിലത്ത് കുത്തിയിരുന്നു. പിന്നെ തറയിലേക്ക് ചാഞ്ഞു. പെണ്ണിൻ്റെ ചൂട്, അവളുടെ നിശ്വാസങ്ങൾ, എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന ആലിംഗനത്തിൻ്റെ മുറുക്കം. വയ്യ, ഒന്നിനും വയ്യ. അയാൾ ശക്തിയായി കിതയ്ക്കാൻ തുടങ്ങി. അവൾ പാതി വസ്ത്രത്തിൽ അയാൾക്കരികിൽ ചേർന്ന് കിടന്നു. അയാളുടെ നെഞ്ചിൽ മുഖം ചേർത്ത് അവൾ മന്ത്രിച്ചു. സാരമില്ല, എല്ലാം ശരിയാവും, എല്ലാം ശരി. അയാൾ അവളുടെ വായ്പൊത്തി. ക്ഷമിച്ചേക്ക് സാബിറ, എനിക്ക് തെറ്റുപറ്റി. തെറ്റോ? എന്ത് തെറ്റ്? അവൾ ചോദിച്ചു. ആ രാത്രിയാണ് അയാളുടെ ആദ്യ ഭാര്യ അയാളെ അവസാനമായി കാണണമെന്ന് ആഗ്രഹിച്ചത്. ചുവരിലേക്ക് നോക്കി ചെരിഞ്ഞു കിടന്ന അവർ ചോദിച്ചു. ബെന്നില്ലേ? വന്നില്ല. വരാൻ അവർ കാത്തു നിന്നില്ല. പറന്നെത്തുമ്പോഴേക്കും മയത്ത് മറവ് ചെയ്തിരുന്നു. 12-ാം വയസ്സിൽ പടികയറി വന്നവൾ, 9 മക്കളെപ്പറ്റി ഒപ്പം പുറത്തവൾ, ദീർഘകാലമായി രോഗശൈലിയിൽ തൻ്റെ ബാധ്യതയായി കിടന്നവൾ. ഒരു വീട്ടാക്കടം പോലെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഒരിക്കലും പറ്റാത്ത കണ്ണീര് പോലെ ചങ്ക് നനയുന്നു. സാബിറ, അവളുടെ യൗവനം. അയാൾ വല്ലാതെ ഭയപ്പെട്ടു. അവളുടെ രാവുകൾ, ഏകാന്തതകൾ. അവളുടെ സാമീപ്യം പോലും അയാളെ വിറക്കൊള്ളിക്കുന്നു. അവൾ ചെറുപ്പമാണ്. കരുതിക്കോളൂ, പണവും സമ്പത്തുമൊന്നും കൊടുത്തേക്കരുത്. എല്ലാം കൈക്കലാക്കി അവൾ കടന്നു കളയും. സുഹൃത്തുക്കളുടെ മുന്നറിയിപ്പ്. ശമ്പളം കിട്ടിയില്ലേ മോളെ? കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. സലോമിയുടെ കത്ത്. അമ്മയ്ക്ക് പണം അയക്കണം, സാബിറ പറഞ്ഞു. അതിന് ഞാൻ പോകുന്നുണ്ട്, കൊടുത്തോളാം. പരസ്പര ആശ്രിതത്വത്തിൻ്റെ പരിലാളനകൾ പോലും ദുസ്സഹമാക്കുന്ന മനസ്സുമായി അയാൾ അവളുടെ മനസ്സിൽ പ്രവേശിക്കാൻ മെനക്കെടാതെ വെറുപ്പിൻ്റെ ഭാണ്ഡത്തിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. അവളെ സ്വന്തമാക്കാൻ അയാൾ തൻ്റെ മക്കളുമായി ഉണ്ടാക്കിയ ഉടമ്പടികൾ കേട്ട് സാബിറ ഞെട്ടി. നിനക്ക് വേണ്ടിയാ ഞാൻ എൻ്റെ പേരിലുണ്ടായിരുന്നതെല്ലാം അവരുടെ പേരിൽ തീരെഴുതിയത്. ആരുടെ പേർക്ക്? സാബിറ അമ്പരപ്പോട് ചോദിച്ചു. എൻ്റെ മക്കളുടെ പേർക്ക് എല്ലാം? സാബിറ അമ്പരന്നു. അതെ, എല്ലാം അവരാണല്ലോ എൻ്റെ സമ്പത്തിൻ്റെ അവകാശികൾ. ഹാജിയാരുടെ നിസ്സംഗമായ മറുപടി. അപ്പോൾ ഞാനോ? അതിനയാൾ മറുപടി പറഞ്ഞില്ല. അയാൾ കിടപ്പുമുറിയിൽ കടന്ന് വാതിൽ ഭദ്രമായി അടച്ച ശേഷം വിളിച്ചു പറഞ്ഞു. സാബിറ, കിടന്നോളൂ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. സാബിറ വാതിലിൽ മുട്ടി വീണ്ടും വിളിച്ചു. വാതിൽ തുറക്ക്. സംസാരിക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ ശല്യം ചെയ്യില്ല. നീ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നോളൂ. അപ്പുറത്തെ മുറിയിലോ? അതെന്തിനാ? അയാൾ മറുപടി പറഞ്ഞില്ല. പുറത്ത് കാറ്റടിക്കുന്നു. മേടമഴയുടെ വരവാണെന്ന് തോന്നുന്നു. ഇടി മുഴങ്ങുന്നു. സാബിറ വാതിലിൽ പിന്നെയും മുട്ടി. സാർ, വാതിൽ തുറക്കൂ സാർ. അവൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വാതിൽ തുറന്ന് ഹാജിയാർ പുറത്തേക്ക് വന്നു. എന്തിനാ അങ്ങനെ മോങ്ങുന്നത്? പോയി കിടന്നുറങ്ങിക്കൂടെ? സാറെന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അവളെ ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ ചുമലിലേക്ക് വീണു. അയാൾ ധൃതിയിൽ അവളെ തൻ്റെ ചുമലിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്നെ പേടിയാണ്. നിന്നെയല്ല, നിൻ്റെ ശരീരത്തെ, നിൻ്റെ ഈ ചെറുപ്പത്തെ. അങ്കിൾ, ഞാനൊരു സ്ത്രീയാണ്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളാണ്. അവൾ കരഞ്ഞു തുടങ്ങി. അതെ, എല്ലാം ഞാനാണ്. എൻ്റെ കുറ്റമാണ്, സമ്മതിച്ചു. അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തന്നില്ലേ? അങ്കിൾ, എന്ത് നഷ്ടപരിഹാരം? ഞാനൊന്ന് പറയട്ടെ. അവൾ അയാളിൽ നിന്ന് അകന്നു നിന്നു. ഇപ്പോൾ പറയണ്ട, എനിക്ക് ഉറക്കം വരുന്നു. നാളെ കാലത്ത് സംസാരിക്കാം. അയാൾ മുറിയിലേക്ക് കയറി. ഒപ്പം കടക്കാൻ ശ്രമിച്ച സാബിറയെ അയാൾ പുറത്തേക്ക് തള്ളി വാതിലടച്ചു. അപ്പോൾ പുറത്ത് മഴ തകർക്കുകയായിരുന്നു. തൻ്റെ ജീവിതം തകർന്നു. കൂരിരുൾ മൂടിയ വീടിൻ്റെ ബാൽക്കണിയിൽ സാബിറ നിന്നു, ഇടിവെട്ടേറ്റ അവളെ പോലെ. കഥ തുടരും.